മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല രാത്രികാലം, വൈകുന്നേര സമയത്ത് ഇവിടുത്തെ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് വിവിധ സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിന്റെ വിലയേറിയ കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവിന്റെ ദാസി സൂസൻ ആൻറ്റിക്കും, അതുപോലെ തന്നെ എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിന്റെ ദാസി സിസ്റ്റർ റീന റെജി അവർകൾക്കും, ഇവിടെ ഇന്ന് ഈ സൂമിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അഭിഷക്ത ദൈവദാസിമാർക്കും ആൻറ്റിമാർക്കും എല്ലാവർക്കും വേഗം വരാൻ പോകുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസി റീന സിസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ ക്രിസ്തുവിൽ എൻ്റെ ഒരു സുഹൃത്താണ്. വളരെ എനിക്ക് കൈത്താങ്ങലുകൾ തരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തൻ്റെ ദാസിയും തൻ്റെ ദാസനും കുടുംബമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈത്താങ്ങലുകളൊക്കെ തരികയും വല്ല ബർണബാസിന്റെ ആത്മാവുള്ള ഒരു കർത്താവിന്റെ ദാസിയാണ് ഞാൻ. ബർണബാസിന്റെ ആത്മാവെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളെ കൈത്താങ്ങൽ തരുന്ന, ഒരു വീണ് കിടക്കുന്നവരെ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പുറകോട്ട് മാറിയിരിക്കുന്നവരെ ഉത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പ്രിയ കർത്താവിന്റെ ദാസിക്ക് അങ്ങനെ ഒരു ആത്മാവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ചതിന്, ഇങ്ങനൊരു അവസരം, കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു മഹത്വമേറി ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചത് ഓർത്ത് വീണ്ടും നന്ദി പറയുന്നു. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലുള്ള എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. സമയമൊന്നും കളയാതെ നമുക്ക് വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമ്മൾ പലവിധമായിരിക്കുന്ന ജോലിയിലോ അല്ലെങ്കിൽ തിരക്കുകളിലോ ഒക്കെ ഇടയിലാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവർക്കായ സ്തോത്രം. അല്ലാത്തവർ, കഴിയുന്നവർ വീഡിയോ ഓൺ ചെയ്യുക. അല്ലാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ അധരങ്ങൾ ഫ്രീ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അധരങ്ങളൊക്കെ ഒന്ന് തുറന്ന് നമുക്കൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, നമ്മുടെ രാജാവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രിയ കർത്താവിന്റെ ദാസി ജെസ്സി ആൻറ്റി ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്, വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പദം ഇങ്ങനെ പറയുകയുണ്ടായി: നാളെ നമുക്കുള്ളതാണോ എന്ന് നമുക്ക് അറിയത്തില്ല, അടുത്ത നിമിഷം നമുക്കുള്ളതാണോ എന്ന് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഈ നിമിഷം നമുക്കറിയാം ഇത് നമുക്കുള്ളതാ. അങ്ങനെയെങ്കിൽ ഈ നിമിഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ അധരങ്ങളെ തുറന്ന് നമ്മുടെ അരുമനാഥന് ഹാലലൂയ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നല്ലൊരു സ്തോത്രം കൊടുത്താട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നമ്മുടെ കർത്താവ് സ്തുതികൾക്ക് മീതെ അധിവസിക്കുന്ന ദൈവം, സ്തുതിക്ക് യോഗ്യനായിരിക്കുന്ന ദൈവമാ. സ്തുതി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. അതുകൊണ്ട് സ്തുതിയോടെ, സ്തോത്രത്തോടെ നമുക്കിന്ന് രാത്രികാലമായിരിക്കാം, വൈകുന്നേര സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കരങ്ങളിൽ ഒരു ദൂത് ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. അത് ഇന്ന് ഈ വൈകുന്നേര സമയം നമ്മളിൽ പലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, നമ്മളായിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ അധരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങളെയൊക്കെ തൊട്ട് ഇന്ന് പകൽക്കാലം വലിയൊരു വിടുതൽ നമുക്ക് വേണ്ടി നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമുക്കൊരു വചന ഭാഗം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം: ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്തരെ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ. ആമേൻ. മതി, നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-36 വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-36 വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. മതി, നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചന ഭാഗത്തിനായി സ്തോത്രം. വചനം അങ്ങയുടേതാണ് കർത്താവെ, ജീവിക്കുന്ന വചനം. കർത്താവെ, ഇന്ന് രാത്രികാലം അടിയന്റെ നാവിലൂടെ ദൈവമേ കർത്താവ് എന്താണ് സംസാരിക്കാനുള്ളത്, കർത്താവ് സംസാരിക്കണമേ. അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ്, അത് കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിടുതലായി കർത്താവെ, വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ, ദൈവം സാഹചര്യങ്ങളെ, ദൈവമേ കർത്താവെ, വാതിലുകളെ ദൈവം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടണം. അല്പസമയം ഞങ്ങളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. ആത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണം.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗം 2 ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. 2 വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളാണ്. നിങ്ങൾ വിചാരിച്ചേക്കാം, ഒന്ന് നമ്മൾ വായിച്ചത് നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വേദഭാഗങ്ങളാണത്. നമുക്ക് സുപരിചിതമായിട്ട് അറിയാം. അടുത്തത് നമ്മൾ വായിച്ചത് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ യാത്ര പുറപ്പെട്ടതാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും ഇന്ന് രാത്രികാലം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അത് ബന്ധപ്പെടുത്തി പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. ഡു നോട്ട് ബി ആങ്ഷ്യസ് എന്ന് പറയുമ്പോൾ, ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുതെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിനകത്ത് സന്തോഷമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മളെല്ലാരും എപ്പോഴും വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. നമുക്കെല്ലാം ഭയങ്കര വിചാരമുണ്ട്. ഇപ്പൊ ഇതിനകത്തിരിക്കുന്നവരുടെ ചിലരുടെ വിചാരങ്ങള് ഈ മീറ്റിംഗ് എപ്പോ തീരും എന്നുള്ളതാ. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് വിചാരങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ഇരുന്നു. നമ്മൾ മസിലൊന്നും പിടിച്ചിരിക്കേണ്ട. കർത്താവിന്റെ സന്നിധാനത്ത് നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട്. നമ്മളോട് സംസാരിക്കാനുള്ളതൊക്കെ ദൈവം സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധാനത്ത് വളരെ ഫ്രീ ആയിട്ടിരിക്കാം. ഇപ്പൊ ഈ ചിന്താകുലങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് പലവിധ ചിന്തയായിട്ടായിരിക്കും ഇരിക്കുന്ന. ഇത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ഫുഡിന്റെ കാര്യം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പിള്ളേരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി തിരക്കുകളുണ്ടല്ലേ. ഇച്ചിരി നേരത്തേക്ക് നമ്മുടെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ടെന്ന കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത് AD 60-62 കാലഘട്ടങ്ങളിൽ താൻ റോമയിലെ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ഒരു ലേഖനമാണ് ഈ ലേഖനം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ലേഖനമാണ്. കാരണം ഇതിനകത്ത് വളരെ പ്രസക്തമായിരിക്കുന്ന പല ഭാഗങ്ങളും പറയുന്നുണ്ട്. കർത്താവ് താൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തയ്ക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവര് യേശു ക്രിസ്തുവിന്റെ വരവ് വരെയും, അല്ലെങ്കിൽ നമ്മൾ എടുക്കപ്പെടുന്നത് അല്ലെ നമ്മൾ കർത്താവിനോട് ചേരുന്നത് വരെയും ആ നല്ല പ്രവൃത്തിയെ തികയ്ക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ കർത്താവിന് ദാസൻ ഇങ്ങനെ പറയാണ്, യൂറോപ്പിലെ ആദ്യത്തെ സഭയായിരിക്കുന്ന ഫിലിപ്പിയ സഭയോട് തനിക്ക് ഒത്തിരി സ്നേഹമൊക്കെ ഉണ്ട്. കാരണം തന്നെ ഫിനാൻഷ്യലിയും തന്നെ സാമ്പത്തികമായിട്ടും ആത്മീയപരമായിട്ടൊക്കെ ഒരുപാട് കൈത്താങ്ങുന്ന സഭയാണ് ഫിലിപ്പിയ സഭ. അപ്പൊ താൻ എപ്പോഴും അവരെ ഓർത്ത് സന്തോഷിക്കുകയും സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നപ്പോഴത്തേക്ക് അവർ പലവിധമായിരിക്കുന്ന ചിന്തകളാലും വിചാരങ്ങളാലും പല സംസാരങ്ങളാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മീയ അകലിച്ച വന്നപ്പോഴത്തേക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവരെ ലേഖനം എഴുതി ഉറപ്പിക്കുകയാണ് താൻ ചെയ്യുന്നത്. അതിനകത്ത് താൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു, അതുപോലെ നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. ഈ ഭാഗം ഇതാണ് തുടങ്ങുന്നത്. ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്ര വേണ്ട. നമുക്കറിയാം ഈ വചനത്തിന്റെ എല്ലാ വ്യാഖ്യാനവും നമുക്കറിയാം. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ആങ്സൈറ്റി അല്ലെങ്കിൽ ചിന്താകുലം? എന്താണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ആങ്സൈറ്റി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചിന്താകുലം ഇല്ലാത്ത ഒരു ദിവസമെങ്കിലും നമുക്കുണ്ടോ? ഒന്നല്ലെങ്കിൽ ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ ഏതെങ്കിലും, ഇനി എന്താ ചോറിന് കറി വെക്കുന്നെന്നുള്ള ഒരു ചിന്താകുലം നമുക്ക് വരും, ഒന്നുമില്ലെങ്കിലും അല്ലെ? തീർച്ചയായിട്ടും വരും. അപ്പോൾ ഈ ദിവസങ്ങളില് ഇതൊക്കെ ചെറിയ ചെറിയ ചിന്താകുലങ്ങളാ. എന്നാല് ഈ ആത്മീയമായിട്ട് നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, കർത്താവിനെ പിൻപറ്റണമെന്നും നല്ല പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ചില ചിന്താകുലങ്ങൾ വരും. അങ്ങനെ വരുന്ന ചിന്താകുലങ്ങൾ എന്തോ ചെയ്യുമെന്നറിയാമോ? നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ദൈവത്തിൽ നിന്നുള്ള ചിന്തകളെല്ലാം വിട്ടേച്ചിട്ട് നമ്മൾ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെന്ന് വിചാരിക്കായിരിക്കും, ഇന്ന് കർത്താവേ സിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ട്, സുസ്ന ആന്റിയുടെ മീറ്റിംഗിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴത്തേക്കായിരിക്കും എന്നെങ്കിലും ഒരു പ്രശ്നമായിട്ട് വീട്ടിലെ പിള്ളേർ വരുന്നത്. അതിന്റെ പുറകെ പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം വിട്ടു. നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഇങ്ങനെ പലവിധമായിരിക്കുന്ന ചിന്തകൾ നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാവോ? ഇപ്പൊ നമ്മൾ വീട്ടിൽ നല്ല സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ വീട്ടിൽ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ പറഞ്ഞു വിട്ട സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടി ഇരിക്കുമായിരിക്കും, മുളക് പൊടി ഇല്ലെന്ന് വെച്ചോ, നമുക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? നമുക്ക് നല്ല ആങ്സൈറ്റി ഉണ്ടാകും. കാരണം ഇന്ന് എങ്ങനെ കറി വെച്ചു കൊടുക്കും? പറഞ്ഞ സാധനം വാങ്ങിച്ചോണ്ട് വന്നില്ല, നമുക്ക് ഇങ്ങോട്ട് നല്ല ഒരു ദേഷ്യം ഇങ്ങോട്ട് വരും. നമ്മൾ ചിലത് അങ്ങോട്ട് പറയും. പിന്നെ ആ ടെൻഷനിലാണ് നമ്മൾ 2-3 ദിവസത്തേക്ക് ഈ മുളക് പൊടി വാങ്ങിക്കാത്ത കാര്യം നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കും, ഇല്ലേ?
അതിന്റെ പിറ്റേ ദിവസം മുളക് പൊടി വാങ്ങിച്ചാലും നമ്മളിങ്ങനെ വിചാരിക്കും, ഞാൻ പറഞ്ഞ സാധനം മറന്നുപോയി, വേറെ വല്ലവരും പറഞ്ഞതായിരുന്നെങ്കിൽ ഓർത്തിരുന്നേനെ, ഞാൻ പറഞ്ഞത് കൊണ്ട് ഓർത്തില്ല എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞ് ഈ ആങ്സൈറ്റിക്ക്, നമ്മുടെ ഈ ചിന്താകുലത്തിനകത്ത് തന്നെ ഇതിട്ട് ഉരുട്ടി പരട്ടി നമ്മൾ ഇതിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും, ഇതിനകത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഇല്ലേ? നമ്മുടെ വീട്ടിലാണേലും ഒരു വാക്ക് എവിടെയെങ്കിലും അടുത്തൂടെ പോയച്ചാൽ മതി, ആരെങ്കിലും പറഞ്ഞാൽ നമ്മളതൊരു 100 വർഷമാണെങ്കിലും നമ്മളത് ഓർത്തിരിക്കും. പക്ഷെ വേറെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നും നമുക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മളെ ഒന്ന് വേദനിപ്പിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. നമ്മൾ ക്ഷമിച്ചെന്നൊക്കെ പറഞ്ഞാലും ഒരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഒന്ന് കാണുമ്പോൾ, അവർ വേറൊരു കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്തൂടെ ഓർമ്മ വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ചിന്താകുലം നമ്മളെ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് അകറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. നമ്മളൊരു ആകുല ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയും അതിനകത്ത് ജീവിക്കുകയും ചെയ്യുക. ഇതിനകത്ത് സഹോദരിമാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആരംഭത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ആകുല ചിന്ത നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. അതിനെ നമുക്ക് അകറ്റാൻ പറ്റത്തില്ല. കാരണം അത് മനുഷ്യന് ദൈവം വച്ചിരിക്കുന്നതാ. എന്നാൽ ഒരു ദൈവ പൈതലിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആകുല ചിന്ത വന്നോട്ടെ, അതിന്റെ തൊട്ടടുത്ത നിമിഷം നമ്മൾ അതിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കണം. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്, നമ്മൾ വളരെ ശാന്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആകുല ചിന്തകൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട്, നാത്തൂമാരോട്, അമ്മായിയപ്പനും ഒക്കെ വിട്ട് കളയാത്ത ചില ചില ചെറിയ കാര്യങ്ങൾ. ഞാനും കല്യാണം കഴിഞ്ഞ ഒരു മരുമോളായതുകൊണ്ട് എനിക്കും അറിയാം. നമ്മൾ വീട്ടിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ചെന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ അമ്മായിയമ്മ നമ്മളോട് ചിലപ്പം ചില വേണ്ടാത്ത എന്നാ പറയുന്നത്, നമുക്ക് ഇച്ചിരി വിഷമം വരുന്ന പോലെയൊക്കെ, പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ, എന്നെങ്കിലും ചട്ടിയും കലവായാൽ തട്ടി മുട്ടി ഇരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. ചിലർക്ക് ചിലത് കൂടുതൽ കിട്ടിയും കാണും. പക്ഷെ നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്, നമ്മൾ വലിയ വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരത്തില്ലേ? എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ, കർത്താവിന് യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ഈ ആകുല ചിന്തയൊന്ന് മാറ്റിക്കളയുവാനായിട്ട് ഇടയായി തീരണം. കാരണം നമ്മൾ വിചാരിക്കും ഇതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന്. എന്നാൽ ഈ സാധനം നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ആത്മീയത്തെ മാത്രമല്ല, നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഹോർമോണിനെയും നമ്മുടെ ആ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ മുൻപോട്ടുള്ള നല്ല ഒരു യൗവന കാലത്തിലുള്ള ആ ഒരു നമ്മുടെ ശരീരത്തിന്റെ ഫീച്ചേഴ്സിനെ വരെ മാറ്റിക്കളയുന്ന ഒരു സംഭവമായി ഈ ആകുല ചിന്ത. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നിരുന്ന്, വചനത്തിലൊരു വാക്യമുണ്ട്, ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകിപ്പോവും. എന്തുകൊണ്ടാ ദുഷ്ടൻ പല്ല് കടിക്കുന്നേ? അവന്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ എന്നെ പറയുന്ന ഓരോരോ നീരസങ്ങളും അസൂയയിരിക്കുക. അപ്പൊ പുള്ളിക്കാരൻ തന്നെ പല്ല് കടിച്ച് മറ്റുള്ളവരല്ല ഉരുകിപ്പോകുന്നത്, അവൻ തന്നെ ഉരുകിപ്പോകുന്ന വചനം പറയുന്നത്. നമ്മൾ ഈ വാക്യം പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദം ഇതാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കാരണം നമ്മൾ വിചാരപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിനകത്തെ വാക്തത്വങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന് നമ്മൾ പ്രസാദമാകുമാറ് നമ്മൾ ജീവിക്കണമെങ്കിൽ ആകുല ചിന്ത നാം മാറ്റിവെക്കണം. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നാളെ പറ്റി വിചാരപ്പെടരുത്, നിങ്ങൾ ജീവിതത്തെ പറ്റി വിചാരപ്പെടരുത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കൂന്ന് ഓർത്ത് വിചാരപ്പെടരുത്. എന്തെങ്കിലും കൈ കിട്ടുന്നത് കഴിക്കുകയും കൈ കിട്ടുന്നത് എടുത്ത് ഉടുക്കുകയും ചെയ്തോടെ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്ന കാര്യമാണ്. ദൈവത്തെ വിളിച്ച് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇതിനെപ്പറ്റിയൊന്നും അല്ല ചിന്തിക്കാൻ ആകുല ചിന്ത വേണ്ടത്. അവൻ ചിന്തിക്കേണ്ടത് ഒരാത്മാവിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നുള്ളതാ. എനിക്ക് അങ്ങനെ എന്റെ കറക്റ്റായിട്ടുള്ള ടൈം മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്നുള്ളതാ. ഇങ്ങനത്തെ ചില ആകുല ചിന്ത നമ്മുടെ അകത്തേക്ക് കയറിയാ ഉണ്ടല്ലോ, നമ്മുടെ ലെവല് മാറും. അതുകൊണ്ട് നമുക്ക് ആകുല ചിന്ത ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണയുള്ള ചിന്തകളെല്ലാം വിട്ടേച്ചിട്ട് ഈ ആകുല ചിന്ത എടുത്ത് അകത്തോട്ടിടാം. എന്റെ കൂട്ടു സഹോദരിക്ക് വേണ്ടി, എന്റെ ചർച്ചിലുള്ള ഒരാൾക്ക് വേണ്ടി, ഞങ്ങൾ കൂടുന്ന സൂം മീറ്റിംഗ് നടത്തുന്ന ആന്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ പോട്ടെ അവിടെ കയറി വരുന്ന ഓരോ സഹോദരിമാരുടെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി 5 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് അതിനുവേണ്ടി എനിക്കൊരു സമയം തരണം, അതിനുവേണ്ടി എനിക്കൊരു സമയം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ആകുല ചിന്ത തുടങ്ങിയാല് കർത്താവ് നമ്മളെ ഒന്ന് മാനിക്കാൻ തുടങ്ങും. കർത്താവ് ചോദിക്കും, എന്റെ മകള് എന്നെപ്പറ്റി, എന്റെ കാര്യങ്ങളെപ്പറ്റി ഒരു ആകുല ചിന്തയുള്ളത് കൊണ്ട് ഞാൻ അവൾക്ക് ചില റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ തലമൊന്ന് മാറാൻ കഴിയും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയരോട് പറയുക, നിങ്ങൾ ഒന്നിനെ പറ്റിയും ഈ ദിവസങ്ങളിൽ വിചാരപ്പെടാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, ഇനി
വരുമ്പോഴത്തേക്ക് ഇതിനെ എങ്ങനെയാ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാമോ? ആകുല ചിന്തകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരാൾ നമ്മളെ ഒന്ന് ദ്രോഹിച്ചെന്ന് നമുക്ക് തോന്നുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന അനുസരിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ, മറ്റു പലതായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അടുത്ത ദിവസം എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിനോട് നന്ദി പറയാൻ തുടങ്ങണം. ഞാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഈ വചനം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് കുറച്ചൊരു ഒരു ഒരു 1-2 മാസത്തിന് മുമ്പാ. എപ്പോഴും ഞാനും ഇങ്ങനെ പറയും, കാരണം നമ്മൾ പറയാൻ ഭയങ്കര മിടുക്കരാന്നല്ലോ. ഞാനും അങ്ങനെ തന്നെയാണ്. നമ്മൾ പല കാര്യങ്ങൾ പറയുന്നത് പല ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഈ ഡെലിവറിയോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ദാസി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ എറൈസ് എന്ന് പറഞ്ഞ ഒരു ലേഡീസ് ഫെലോഷിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ എനിക്ക് പ്രഗ്നൻസിയുടെ ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് BP-യുടെ പ്രോബ്ലംസും ഒക്കെ വന്നിട്ട്, എനിക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ വന്നിട്ട് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ കാനഡയിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ബ്രാംപ്ടണിലും എജാക്സിലും, നമ്മൾ ടൊറന്റോയുടെ അടുത്താണ്. ഈ 2 സ്ഥലത്ത് രാവിലെയും വൈകുന്നേരം വർഷിപ്പുണ്ട്, ആരാധനയുണ്ട്. അപ്പോൾ ഈ ആരാധനയൊക്കെ ദൈവം ഞങ്ങളെ അങ്ങനെ ഒരു മുഖാന്തരം ദൈവം ഒരുക്കിയപ്പോൾ ഞാൻ ഔട്ട്ഡോറിൽ ചെയ്തുകൊണ്ടിരുന്ന മിനിസ്ട്രികളെല്ലാം വിട്ടിട്ട്, ഈ പ്രസംഗിക്കുന്നതും ഒക്കെ ഞാൻ വിട്ടേച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് ചർച്ച് മിനിസ്ട്രിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പൊതുവെ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, നമ്മൾ ആരാധനയും മറ്റു കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോയപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം പതിയെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഈ ഡെലിവറിയോട് ബന്ധപ്പെട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ BP അങ്ങ് ഷൂട്ടായി. ഭയങ്കര BP ഷൂട്ടായി എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന് എന്തോ കാര്യം എന്ന് മനസ്സിലാകുന്നില്ല. അവരെനിക്ക് ഒരുപാട് ഡോസ്, 3-4 ഡോസ് ഒരു ദിവസം ഞാൻ മെഡിസിൻ എടുക്കുന്നു. ഒരു രീതിയിൽ അവർക്ക് എന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസമായിട്ട് BP കുറയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് BP ഇങ്ങനെ കുറയാത്തത്, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിനകത്ത് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ അതിലേക്ക് തിരിയാ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അന്നേരത്തേക്ക് ഒരു ആന്റി, ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു ആന്റിയാണ്. നമ്മളിവിടെ ആന്റിയോട് സുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആന്റിയാണ്, ഒരു കാത്തലിക്കിലൊരു ആന്റി. ആ ആന്റി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആന്റിയുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ദിവസങ്ങളിൽ എല്ലാത്തിനും അങ്ങ് നന്ദി പറയുക, എന്ത് കഷ്ടത വന്നാലും നന്ദി പറയും. അപ്പൊ ഞാൻ ഓർത്തേടാ കർത്താവ്, ഈ ആന്റിയോട് ഞാൻ സുവിശേഷം പറയുന്ന ആന്റി എന്നോട് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ പലപ്പോഴും എൻ്റെ കഷ്ടതയിൽ ഞാൻ നന്ദി പറയാറില്ല. എനിക്കൊരു ദുഃഖം വരുമ്പോഴത്തേക്കോ ശരി നല്ലത് വന്നാലോ ഒരു നേരം കർത്താവിനോട് നന്ദി കർത്താവ് എന്ന് പറഞ്ഞിട്ട് പോവല്ലാതെ പിന്നെ അതേപ്പറ്റി നമ്മൾ ഓർക്കാറ് പോലില്ല. പിന്നെ നമ്മൾ ഓർക്കണമെങ്കിൽ അടുത്ത പ്രതിസന്ധി വരണം, അല്ലെ? അങ്ങനെ എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇത് ചിന്തിച്ചു. എന്നോട് ആന്റി ഇങ്ങനെ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ പറയാൻ തുടങ്ങണം. ഞാൻ അന്നേരം ഓർത്ത്, കർത്താവ് ശരി ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. കർത്താവ് നീ എനിക്ക് BP തന്നത് കൊണ്ട് സ്തോത്രം. കാരണം BP ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ തന്നെ ഒന്ന് പലതും തിരിച്ചറിയാൻ, ജീവിതത്തിൽ നമ്മൾ എത്രത്തോളമാണ് ഉള്ളതെന്ന് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് നമുക്ക് എനിക്ക് സാധിച്ചുള്ള കർത്താവ്. കാരണം ഒരു ദിവസം രാവിലെ ഞാൻ എണീച്ച് രാവിലെ നമ്മൾ എപ്പോഴും പോകുന്നത് പോലെ ബ്രഷ് ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ബ്രഷ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ മറന്നുപോയി എൻ്റെ ബ്രഷ് ഏതായിരുന്നെന്ന് ഞാൻ മറന്നുപോയി. പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ ബ്രഷ് ഏതായിരുന്നു? അപ്പൊ ഒരു അല്പസമയത്തേക്ക് ഒരു 5-10 മിനിറ്റ് എനിക്ക് എൻ്റെ ബ്രഷ് ഏതാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാ കാര്യവും എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എൻ്റെ ബ്രഷ് ഏതാണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ആ 5-10 മിനിറ്റ് ഞാൻ അനുഭവിച്ച ഒരു മാനസിക സംഘർഷമുണ്ട്. അത് എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ എന്നെ ടച്ച് ചെയ്യാനിടയായി തീർന്നു. നമ്മളൊക്കെ പലപ്പോഴും ഭയങ്കര പ്രൈഡായിട്ട് നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഇതാണ്, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, ഞാൻ ഭയങ്കര എനിക്കെല്ലാം എന്താ നമ്മളൊക്കെ പറയാറില്ലേ, അല്ലെ? നമ്മുടെ ഹൃദയത്തിലെങ്കിലും നമ്മൾ ചിന്തിക്കാറില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. നമ്മൾ പറയാറില്ലേ, ഞാനിപ്പോഴിങ്ങനെ എൻ്റെ വീട്ടിൽ പറയായിരുന്നു, ഞാനില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇച്ചാൻ എൻ്റെ ഹസ്ബൻഡോട് പറയും, എങ്ങനെ നോക്കും, എങ്ങനെ വളർത്തും, അല്ലെങ്കിൽ നമ്മള് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ അന്നേരം ഓർത്തു, ഒരു നിമിഷത്തേക്ക് എൻ്റെ ഓർമ്മയൊന്ന് മറഞ്ഞു പോയപ്പോൾ, നമ്മളൊന്നുമില്ല, അടുത്ത ഒരാളുടെ സഹായം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ കരുണയില്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത നിമിഷം നമ്മുടെ സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. അതെന്റെ ജീവിതത്തിനകത്ത് വല്ലാത്തൊരു തിരിച്ചറിവായിരുന്നു. കാരണം നമുക്ക് ആരോഗ്യമുള്ളപ്പം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളപ്പോൾ പലതും നമുക്ക് അറിയത്തില്ല. എന്നാൽ എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സൂക്ഷിപ്പും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ദൈവത്തോട് ഞാൻ പറയാം, കർത്താവ് ഇങ്ങനെ തന്ന അനുഭവങ്ങൾക്ക് നന്ദി. കാരണം
ആ അനുഭവങ്ങളാണ് കർത്താവിന്റെ സന്നിധാനത്തിൽ വീണ്ടും നമ്മളെ കൂടുതലായിട്ടൊന്ന് ഉറപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്ക് വചനഭാഗത്തിലേക്ക് കടന്നു വരാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഒന്നിനെപ്പറ്റി വിചാരപ്പെടാതെ അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗം കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് നമ്മൾ അതിനെ ഒരു സ്തോത്രത്തോടെ ഏൽപ്പിക്കുക എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന അഭിഷക്ത ദേവദാസിമാരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് ഭാരമായിക്കോട്ടെ, ഒരുപക്ഷെ നമ്മളെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മറുപടി ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം നമ്മളെ ഇങ്ങനെ ആകുല ചിന്തയാൽ നമ്മളെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ പറയണം, കർത്താവേ എനിക്കിത് തന്നതിനായിട്ട് സ്തോത്രം. നമുക്ക് ഇഷ്ടമല്ലല്ലോ അങ്ങ് പറഞ്ഞേക്കണം. കാരണം ചില കാര്യങ്ങൾ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോണ്ടല്ലോ കർത്താവ് അതിനെ അന്നേരം എടുത്ത് മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ശാസിച്ചിട്ടും നമ്മൾ വേണ്ട പരിപാടികളെല്ലാം ചെയ്തിട്ട് മാറുന്നില്ലെങ്കിലും ചിലത് സ്തോത്രം ചെയ്താൽ മാത്രം മതി മാറിപ്പോകാനായിട്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയണം, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ ഭയങ്കര സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യം കടന്നു വരുമ്പോൾ അതിനകത്തേക്ക് നമ്മളൊന്ന് നോക്കണം. ഇതിനകത്തുനിന്ന് ദൈവത്തിന് നമ്മളെ ചിലത് പഠിപ്പിക്കാനുണ്ടായിരിക്കും. ചിലത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പഠിപ്പിക്കാനും ചിലത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാനും ചില സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഉയർത്താനും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളും ചിന്താകുലങ്ങളും ഒക്കെ കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ ചിന്താകുലവും വിചാരിക്കരുത്, കർത്താവ് എന്റെ കഷ്ടത തീരുന്നില്ലല്ലോ, എനിക്ക് എന്റെ കണ്ണുനീരിനി ഞാൻ മരിക്കുമ്പോഴേ തീരത്തുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അങ്ങനല്ല. ചില കണ്ണുനീരുകൾ ദൈവം തരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവം മെനുക്കിക്കൊണ്ടിരിക്കുകയാ. കർത്താവിന് എന്താ ആഗ്രഹം എന്നറിയാം? ഒരു ബ്രൈഡ് കർത്താവ് ഒരു മണവാട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. മണവാട്ടി എപ്പോഴും നല്ല സുന്ദരിയായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പുറമേയുള്ള സൗന്ദര്യത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ അകമേ കർത്താവ് നമ്മളെ ഒന്ന് ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ആ കർത്താവ് നമ്മളെ ഇങ്ങനെ എന്നാ പറയുന്നത്, ചില വേദനയിലൂടെ കടത്തിവിടുന്നത്. ഒത്തിരി സ്നേഹിക്കുന്നവരെ, കർത്താവിനെ ഒത്തിരി ചേർത്ത് നിൽക്കാൻ ആഗ്രഹമുള്ളവരെ കർത്താവ് ഒത്തിരി വേദനയിലൂടെ കടത്തിവിടും. അത് നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മൾ കണ്ണുനീര് കുടിക്കുന്ന കണ്ട് കർത്താവ് ഒരിക്കലും സന്തോഷിക്കുവാനല്ല. കർത്താവ് എന്തിനാ ചെയ്യുന്നതെന്നറിയാമോ? നമ്മളെ കൂടുതൽ ഒരു മാനപാത്രമാക്കേണ്ടതിന് വേണ്ടി. നമ്മൾ വിചാരിക്കുകയോ എന്നെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ, ഞാനിങ്ങനെ മീറ്റിംഗും ഒക്കെ കൂടി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഏതെങ്കിലും ചർച്ചിലൊക്കെ പോയി ഞാനൊരു വിശ്വാസിയായിട്ട് ഒതുങ്ങി നിന്നോളാന്ന നമ്മുടെ ചിന്ത. എന്നാൽ കർത്താവിന് നമ്മളെ അതിനേക്കാൾ ഉപരിയായിട്ട് ചിലത് നമ്മളെ കൂടെ ചെയ്യാനുണ്ട്. ഒരുപക്ഷെ ലോകം മുഴുവൻ നമ്മുടെ പേരറിയപ്പെട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മുടെ ഭർത്താവിനെ രക്ഷിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അതുതന്നെ വലിയൊരു ശുശ്രൂഷ. ഒറ്റ ഒരാളെ രക്ഷിച്ചെടുത്താലും അത് ഭയങ്കര ശുശ്രൂഷയാ. അത് ചെയ്യാനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം ആയെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് അത് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങള്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങള് സ്തോത്രത്തോടു കൂടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഈ ദിവസങ്ങളിൽ നമ്മളൊന്നുകൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ രീതികളൊക്കെ ഒന്ന് മാറണം കേട്ടോ. പലപ്പോഴും പല വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഓർത്തോണം, നമ്മുടെ പ്രാർത്ഥനയുടെ രീതി ശരിയാകാത്തത് കൊണ്ട് ഒന്ന് മാറ്റിപ്പിടിച്ചേ നമ്മളൊന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. മക്കൾ അനുസരണം കെട്ട് പോവുകയാണോ? അവർ നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്നില്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭാവിയിലേക്ക് അവർ വരുന്നില്ലേ? മക്കൾക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് അവരുടെ സാഹചര്യങ്ങൾക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി വെളിപ്പെടാനുണ്ട് കർത്താവെ, ഞാനത് അറിയുന്നു, അതിനുവേണ്ടി സ്തോത്രമെന്നൊന്ന് പറഞ്ഞ് ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഭവനത്തിനകത്ത് നടക്കുവാനിടയായിത്തീരും. നമ്മൾ വായിച്ച മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അത് ഇന്റർകണക്റ്റഡ് ആയിട്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പൗലോസ് പറഞ്ഞ അതേ ഭാഗം തന്നെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്. സന്ധ്യയായപ്പം, പകല് മുഴുവൻ വചനം എല്ലാം പറഞ്ഞു തീർന്നിട്ട് സന്ധ്യയായപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ശിഷ്യന്മാരെ നമ്മളെല്ലാരും കൂടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അക്കരയ്ക്ക് അങ്ങ് പോകാന്ന്. എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര വിചിത്രമായിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ വലിയ ഷിപ്പുകളുടെ വലിയ കപ്പലുകളുടെ കാര്യമല്ല പറയുന്നത്. ഈ ആറ്റുപ്രദേശത്തൊക്കെ താമസിക്കുന്ന വെള്ളമുള്ളിടത്ത് ആലപ്പുഴ ആ സൈഡിലൊക്കെ ഉള്ളവർക്ക് അറിയാം. നമ്മൾ എപ്പോഴും തന്നെ പറയുന്നത് ഈ പടക് ചെറിയ വള്ളത്തേലൊക്കെ പോകുന്നത് സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പോകത്തില്ലല്ലേ. നേരെ ഇരുട്ടുന്ന രാത്രിയാകുന്നതിന് മുന്നേ ആണ് നമ്മൾ വള്ളത്തേലും ചെറിയ ബോട്ടുകളിലൊക്കെ നമ്മൾ യാത്ര പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് വരുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ യേശു പറയാണ്, പകല് മുഴുവൻ ഇരുന്ന് സുവിശേഷം പറഞ്ഞ് ഒന്ന് വിശ്രമിക്കാന്ന് കരുതി ശിഷ്യന്മാരോട് യേശു പറയുക, നമ്മൾ അക്കരയ്ക്ക് പോകാം. എന്തായാലും കൊള്ളാം. നമ്മളെപ്പോലെ നല്ല അനുസരണമുള്ള ശിഷ്യന്മാരായിരുന്നു കർത്താവിന്റെ ശിഷ്യന്മാര്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഓക്കെ കർത്താവെ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവര് ചാടിയിറങ്ങി ചെറുപടകുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ മുന്നോട്ട് യാത്ര തിരിച്ചു. കുറച്ച് വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് നല്ല
തടാകത്തിലെ നല്ല തണുത്ത കാറ്റും സന്ധ്യയൊക്കെ അല്ലേ, ഒരു പകല് മുഴുവനുള്ള ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഉറക്കമൊക്കെ വന്ന് കർത്താവ് അമരത്തോട് തലയും വെച്ച് അങ്ങ് കിടന്നുറങ്ങി. ശിഷ്യന്മാരും വളരെ വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവിടെ സംഭവിച്ചു. ഒരു ചുഴലിക്കാറ്റ് ആ തടാകത്തിനകത്ത് ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. ശിഷ്യന്മാർ നോക്കിക്കോണം, അവരെല്ലാം നമുക്കറിയാം മുക്കുവന്മാരാ. അവര് പറഞ്ഞു, ഓക്കെ, ചുഴലിക്കാറ്റല്ലേ ഇത്, ഞങ്ങൾ എത്ര കണ്ടതാ. കാരണം ഗലീല കടലില് എപ്പോഴും ചുഴലിക്കാറ്റ് അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവർ പല ചുഴലിക്കാറ്റ് കണ്ടവരായതുകൊണ്ട് ഇവര് നല്ലതായിട്ടൊന്ന് തുഴഞ്ഞ് ഇവർ ശരിക്കൊന്ന് പരിശ്രമിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇവര് പരിശ്രമങ്ങളെല്ലാം തീർന്നു. ഇവർ നോക്കിയപ്പം ഒന്നും നടക്കുന്നില്ല. പുറത്ത് ചുഴലിക്കാറ്റ്, അത്ര നേരം ധൈര്യമായിട്ടിരുന്നവരുടെ അകത്തും ചുഴലിക്കാറ്റ് അടിക്കാൻ തുടങ്ങി. അവര് പെട്ടെന്ന് കർത്താവിനെ വിളിച്ചിട്ട്, കർത്താവിനെ അത്ര നേരം അവർ വിളിച്ചിട്ടില്ല. അവർ മുങ്ങുമാറായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, കർത്താവെ, എന്നെ പരിപാടിയെ കർത്താവെ കാണിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്കൊരു വിചാരം ഇല്ലയോ? ഈ വാചകം പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഇതുപോലെ തന്നെയാ, അനുസരണത്തോടെ കർത്താവിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടും. കർത്താവ് പറഞ്ഞതെല്ലാം കേൾക്കും. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെ നോക്കും. പറ്റാതായി കഴിയുമ്പോൾ ഒറ്റ വിളിയാ, കർത്താവെ, ഞങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് നശിച്ചു പോകുന്നതില് ഞാൻ ഈ കണ്ണുനീരൊഴുക്കുന്നതിന് നിനക്ക് ഒരു വിചാരവും ഇല്ലേ കർത്താവെ? നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള കാര്യം. പക്ഷെ ഇവിടെ ശിഷ്യന്മാർ ചോദിച്ചപ്പോഴത്തേക്ക് യേശു എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ഒന്നും പറഞ്ഞില്ല. താൻ എണീറ്റ് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി വെച്ചിട്ട് ശിഷ്യന്മാരോട് തിരിഞ്ഞൊരൊറ്റ ചോദ്യമാ ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീരുക്കളാകുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലേ? ഇന്ന് രാത്രികാലം ആ വാചകത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവര് ആ ചുഴലിക്കാറ്റിനെ അവർ ഭയപ്പെട്ടപ്പോഴത്തേക്ക് യേശു ചോദിച്ച 2 കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഭീരുക്കളാകുന്നു? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അപ്പോൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിനകത്ത് ആകുല ചിന്ത അല്ലെങ്കിൽ ആ ഒരു നശിച്ചു പോകുമെന്നുള്ളൊരു ചിന്ത കടന്നു വരാൻ കാരണം 1, നമ്മളെ ഭയം കടന്നു വരുന്നത് കൊണ്ട്, 2, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നത് കൊണ്ട്. ഇന്ന് രാത്രികാലം ഈ വൈകുന്നേര സമയത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു ഭാരം, കർത്താവെ, ഞാൻ ഇതിനെ ഓവർകം ചെയ്യുമോ? ഞാൻ ഇതിനെ അക്കരെ എത്തുമോ? കർത്താവ്, ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധിയെ ഒന്ന് കടക്കും? എങ്ങനെ എന്റെ ജീവിതത്തിനകത്ത് ഇതിനകത്ത് ഞാൻ ഒരു മറുപടി കാണുമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നത്, ഭയം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് മാറട്ടെ. കർത്താവിന്റെ ദാസി പാട്ട് പാടിയപ്പോൾ ഇങ്ങനെ പാടുവാനിടയായി തീർന്നു, ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എന്റെ ഭാവിയെല്ലാം കർത്താവിന്റെ കരങ്ങളില. ഇന്ന് രാത്രികാലം ഈ വചനവും ആ പാട്ടുകളും ഒക്കെ ചേർന്നാ വന്നിരിക്കുന്നത്. എത്ര പേർക്ക് അതിനകത്ത് വിശ്വാസമുണ്ട്? ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആകുല ചിന്ത നിറയുമ്പോഴത്തേക്ക് ആ ആകുല ചിന്ത നമ്മൾ ചിന്തിക്കും വെറും ഒരു ആകുല ചിന്ത, എന്നാൽ ആ ആകുല ചിന്തയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ഭയമുണ്ട്. ഒരു രോഗം കടന്നു വരുമ്പോൾ ഞാനിപ്പോൾ മരിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം, ഈ ഒരു പ്രയാസം കടന്നു വരുമ്പോഴത്തേക്ക് മതി കർത്താവ്, എനിക്കിനി മുൻപോട്ട് പോകണ്ട എന്ന് പറയുന്ന ഒരു ഭയം, എങ്ങനെ ഞാൻ ഇതിനെ അതിജീവിക്കുമെന്നുള്ളൊരു ഭയം, എങ്ങനെ എന്റെ കുഞ്ഞിന് വേണ്ടി കരുതുമെന്നുള്ളൊരു ഭയം, എങ്ങനെ ഞാൻ മുൻപോട്ട് ഒരു അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുമെന്നുള്ളൊരു ഭയം നമ്മളെ ഭരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഒന്ന് പറയണം, യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭയത്തിന് എന്റെ കുടുംബത്തിനകത്ത് സ്ഥാനമില്ല, ഭയത്തിന് എന്റെ ജീവിതത്തിനകത്ത് സ്ഥാനമില്ല. ഈ ദിവസങ്ങളിൽ ഭയം കടന്നു കൊണ്ടുവരുന്നത് ദൈവിക ആത്മാവല്ല, അത് പൈശാചിക ആത്മാവാ. നീ ഏതിനെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഓ റഖന ദീപൽ കൗഡമാന ഹസ്തുന ജഗശസ്തന വൈഡാതരഹസ്യ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർക്കുക. ഈ ദിവസങ്ങളിൽ ചിലർക്ക് ഉറങ്ങാൻ കഴിയാതെ വണ്ണം ഭയപ്പെടുത്തുന്ന ചില അന്ധകാര ശക്തികള് യേശുവിന്റെ നാമത്തിൽ അതിൽ നിന്ന് രാത്രികാലം ഒന്ന് ശാസിക്കട്ടെ. ഓ, നിന്റെ ഉറക്കത്തെ കെടുത്തുന്ന, നിനക്ക് പലപ്പോഴും ഭയം അകാരണമായിരിക്കുന്ന ചില ഭയങ്ങൾ ആരോ പിന്തുടരുന്നുണ്ടെന്നുള്ളത് പോലെയുള്ള തോന്നൽ, വീട്ടിനകത്താണെങ്കിലും എപ്പോഴും എന്തോ ഒന്ന് പിന്തുടരുന്നത് പോലെയുള്ള തോന്നലുകൾ കൊണ്ടുവരുന്ന ഭയത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ഒന്ന് ശാസിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അധികാരം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. യേശു എഴുന്നേറ്റ് ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, ആ കാറ്റിനെയും കടലിനെയും ശാസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് നേരെ ശിഷ്യന്മാരോട് തിരിഞ്ഞു ചോദിച്ചത്, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്താ? കാരണം യേശു ആ ചോദിച്ചതിന് അർത്ഥം എന്നാണെന്നറിയാമോ? എന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തി ഞാൻ നിങ്ങളിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ ഇതിനെ ശാസിച്ചൊന്ന് അടക്കാമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത് തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് തന്റെ അധികാരം നമ്മുടെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ശാസിക്കുന്നതിന് പകരം, നമ്മൾ ചിലതിനെ അടക്കുന്നതിന് പകരം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം നമ്മളെ കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവമക്കളെ വിളിച്ചത്. ചിലതിന്റെ മേൽ നമ്മൾ അധികാരം ഏറ്റെടുക്കണം. എന്നാൽ നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ആരെന്നെ വന്നൊന്ന് വിടുവിക്കും, ആരെനിക്ക് വേണ്ടി ഒന്ന്
ഒന്ന് പ്രാർത്ഥിക്കും? ആരെന്റെ കൂടെ ഒന്ന് മുഴങ്കാലിലിരിക്കും? ഞാൻ ആരോട് പോയി എന്റെ വിഷയങ്ങൾ പറയും? ഏത് പ്രവാചകന്റെ കയ്യിൽ നിന്നാ ഞാൻ എന്റെ വിടുതലിന്റെ ശബ്ദം കേൾക്കേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുകയാ? എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ട് പറയുകയാ, നമ്മുടെ വീടിനകത്തുള്ള ചില വിഷയങ്ങളുടെ മേൽ വിടുതൽ എടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഒരു അധികാരം തന്നിട്ടുണ്ട്. പ്രിയ ലാലി സിസ്റ്ററെ, സൗദിയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസിയെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഉള്ള എല്ലാ പ്രയാസങ്ങളുടെ മേലും വിടുതലെടുക്കുവാൻ കർത്താവിന്റെ ദാസിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അധികാരം തന്നിരിക്കുകയാ. എന്നാൽ ഈ ദിവസങ്ങളിൽ ചിലതിനോട് കൽപ്പിക്കുവാൻ ഇടയായി തീരണം. മടിച്ച് മാറി നിൽക്കരുത്. ചിലതിനോട് കൽപ്പിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില പ്രവർത്തികളെ ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കുമെന്ന് ആത്മാവ് ആലോചന പറയുകയാ. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ മേൽ അഭിഷേകത്തിന്റെ ഒരു പദം കർത്താവ് നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. ഇന്നയാളെ ഇന്ന കൃപാവര ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചിരിക്കുകയാ. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണേ, എന്റെ കണ്ണുനീരിന് ഒരു വ്യത്യാസം ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനോട് പദം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ഇത് തന്നെ നമ്മളോട് തിരിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തിനാ കുഞ്ഞ് നീ ഭീരുവാകുന്നത്? നിന്റെ വിശ്വാസം എവിടെ പോയി? ഞാൻ നിന്റെ മേൽ ചിലത് പകർന്നിട്ടുണ്ട്, അത് ഈ ദിവസങ്ങളൊന്ന് ഉപയോഗിക്കുവാൻ, നീ ഒന്ന് എഴുന്നേൽക്കുവാൻ ഇടയായി തീരുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ നാളുകളിൽ വിശ്വാസം കുറഞ്ഞു പോകരുത്. പലപ്പോഴും നമ്മൾ പലത് കാണുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ചേർത്ത് പിടിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കാണ്, നമ്മുടെ കൂടെ ആരുമില്ലല്ലോ കർത്താവ് എന്ന്. പലപ്പോഴും നമ്മൾ താണുപോകും. നമ്മളിങ്ങനെ ഓർക്കും, കർത്താവ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ ശരിയാണോ? ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെച്ചത് ശരിയാണോ? ഞാൻ ഇത്രയും ആത്മീയമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ പറഞ്ഞു നിൽക്കുന്നത് നിന്റെ ഹിതമൊന്നും അല്ലായിരുന്നോ? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അങ്ങനെയുള്ള ചില സംശയങ്ങൾ വരും. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഒരുപടി നമ്മൾ കുറഞ്ഞ് താഴോട്ട് ഇങ്ങനെ പോകും. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമല്ലേ? ഇനി ഈ വിഷയം ദൈവഹിതമല്ലായിരുന്നോ? എന്നോട് ഇങ്ങനെ ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്താണ് നടക്കാത്തത്? നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക. എന്നാൽ ഈ ദിവസങ്ങളിൽ പലതും നടക്കാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം മനസ്സിലാക്കണം. ചില ചുഴലിക്കാറ്റുകൾ എന്തുകൊണ്ടാണ് കടന്നു വരുന്നതെന്ന് അറിയാമോ? ചില ആങ്സൈറ്റികൾ. ഈ ചുഴലിക്കാറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം? സാധാരണ കാറ്റ് അടിക്കുന്നത് പോലല്ല. ചുഴലിക്കാറ്റ് കണ്ടിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ടിവിയിലാണെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, ഇതിങ്ങനെ ചുഴന്ന അടിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു സാധനം, ഒരു വൃക്ഷം അവിടെ നിപ്പുണ്ടെങ്കിൽ അതിനെ വേരോടെ പിഴുതെടുത്ത് ദൂരെ എറിയുന്ന ചുഴലിക്കാറ്റ്. സാധാരണ കാറ്റാണെങ്കിൽ അടിച്ചുവിട്ട് ചില്ലയെല്ലാം ഒടിച്ചിട്ടുകൊണ്ട് പോകത്തേ ഉള്ളൂ. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ സംഭവം എവിടെ അടിച്ചാലും അത് നിൽക്കുന്നിടത്ത് നിന്ന്, അതുള്ള സ്ഥാനത്ത് നിന്ന് അതിനെ പറിച്ചെടുത്ത് കളയുകയും ആ സ്ഥാനത്തെ ശൂന്യമാക്കുകയും ചെയ്യുന്ന കാറ്റുകളാണ് ചുഴലിക്കാറ്റുകൾ. അപ്പോൾ ഒരു പടകിന്റെ നേരെ ഒരു ചുഴലിക്കാറ്റ് അടിച്ചാൽ ആ പടകിനെ നേരെ കടലിൽ നിന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടിടും. പടകും കാണത്തില്ല, പടകിലുള്ളവരും കാണത്തില്ല. ഒരു വൃക്ഷമോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രതലത്തിൽ അടിക്കുന്നതെങ്കിൽ എവിടെ അടിച്ചാലും ആ അടിക്കുന്ന സ്ഥാനത്ത് എന്തുണ്ടെങ്കിലും അതിനെ പറിച്ചെടുത്തോണ്ട് പോകും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഓർത്തോണം, ചുഴലിക്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നത്, ചില ചിന്താകുലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില നന്മകളെ പറിച്ചെടുത്ത് കളയാനാ. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ദിവസങ്ങളിൽ ആ ചിന്താകുലത്തിന് നമ്മൾ അനുവദിക്കാതെ, പലപ്പോഴും കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചിന്താകുലത്തിന്റെ മേളില, ചെറിയൊരു ആങ്സൈറ്റിയുടെ പുറത്താ പലപ്പോഴും കുടുംബ ജീവിതത്തിനകത്ത് വിള്ളലുകൾ വീഴുന്നത്. അതിങ്ങനെ അവിടെ ഇരുന്ന് അതിനോട് നമ്മൾ ഇരുന്ന് സംസാരിച്ച് ആ കാര്യം നമ്മുടെ മനസ്സിൽ വെച്ച് പിന്നെ വരുന്നതിനോട് നമ്മളിങ്ങനെ ഈ നൂലുകൾ പിണയുന്നത് പോലെ, നമ്മൾ സൂചി നൂലും ഉള്ള നൂല് കെട്ടുപിണയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെ നമ്മൾ ഒന്ന് നല്ല ഇതൊന്ന് കെട്ടുപിണഞ്ഞ് കിടന്ന് ഇതിനെ അഴിച്ചോണ്ട് വരുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഒറ്റ കെട്ടിൽ നിന്നാണ് ബാക്കിയുള്ള കെട്ടുകൾ മുഴുവൻ വന്നേക്കുന്നത്. നമ്മൾ പക്ഷെ നോക്കുമ്പോൾ തന്നെ മുഴുവൻ കെട്ടുകളാ. ഇതിങ്ങനെ അഴിച്ചോണ്ട് വരുമ്പോൾ അറിയാം ആദ്യത്തെ ഒറ്റ കെട്ടാണ് ബാക്കിയുള്ള സകലത്തിനും കാരണമായത് എന്ന് പറഞ്ഞതുപോലെയാണ് ചെറിയൊരു ആങ്സൈറ്റി, ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു കാര്യം, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കിനകത്ത് വന്ന ചെറിയൊരു പിഴവ്, ഇതാണ് പറഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങളായി, പിന്നെ വലിയ വിള്ളലുകളായി, ഡിവോഴ്സായി, പിന്നെ മറ്റു പ്രശ്നങ്ങളായി, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാതായി, കയറ്റവർക്കമില്ലാതായി, ചേട്ടനനിയന്മാർ തമ്മിൽ മിണ്ടത്തില്ല, സഹോദരങ്ങൾ തമ്മിൽ മിണ്ടത്തില്ല, സഭയിലും പ്രശ്നമായി, എല്ലാം പ്രശ്നമായി. നമ്മുടെ ജീവിതത്തിനകത്ത് പല ആങ്സൈറ്റികൾ ഇതാ വരുന്നത്. ഈ കൊണ്ടുവരുന്നത് ചുഴറ്റിയെടുത്ത് നമ്മളെ കളയാൻ വേണ്ടിയാ. നമ്മൾ ആയിരിക്കുന്ന ചില മേഖലകളിൽ നമ്മളെ പറിച്ചെടുത്ത് കളയാൻ വേണ്ടി. ഈ ദിവസങ്ങൾ ദൈവമക്കള് ഈ ദിവസങ്ങൾ അതിൽ തിരിച്ചറിയണം. ഒരു ചുഴലിക്കാറ്റ് നമ്മുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വിശ്വാസമുള്ളവരായി, നമ്മൾ ഭീരുക്കളാകാതെ ധൈര്യത്തോടെ, കാറ്റെ നീ അടങ്ങ്, കടലെ നീ ഒന്ന് അനങ്ങാതിരിക്ക്, ഇത് എന്റെ ജീവിതത്തിനകത്ത് നിനക്ക് സ്ഥാനമല്ല. ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനെ നോക്കിയിട്ട് പറയണം, നമ്മുടെ ജീവിതത്തിനകത്ത്
വീട്ടിനകത്ത് കുടുംബത്തിനകത്ത് വരണ ഒരു ചെറിയൊരു പ്രശ്നം ആരംഭിക്കുമ്പോഴത്തേക്ക് സഹോദരിമാരായിരിക്കും നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാമോ? അതിനകത്ത് കൂടി ചേർന്ന് നമ്മൾ കലക്കി നമ്മുടെ ഭർത്താവിനെ തിരിച്ചു വിട്ട് അവിടെ സ്ക്രൂ ഇട്ട് നല്ലതായിട്ടൊന്നും തിരിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. മൗനമായിട്ടിരുന്നിട്ട് ആത്മാവിൽ ശാസിക്കണം. യേശുവിന്റെ നാമത്തില് ഈ വാക്കിനെ ഞാൻ അടച്ച് പ്രാർത്ഥിക്കുന്നു, ഈ വാക്കിനെ ഞാൻ അടക്കി പ്രാർത്ഥിക്കുന്നു. ഈ പ്രശ്നം ഇനി മുന്നോട്ട് പോകാതെ എന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദിവ്യ സമാധാനം വ്യാപരിക്കട്ടെന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു വേർതിരിവ്, ഒരു വിവേചനം വരെ നമ്മുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്നവരാണെങ്കിലും വാക്കുകളുടെ കാര്യം വരുമ്പോൾ, പ്രതികരിക്കുന്ന കാര്യം വരുമ്പോൾ നമ്മൾ മുൻപന്തിയില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ വാക്കുകൊണ്ടല്ല പ്രതികരിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥനയിൽ ഒന്ന് പ്രതികരിക്കാൻ തുടങ്ങട്ടെ. സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥനയിൽ ഒന്ന് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ വിചാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പലവിധ വിഷയങ്ങൾ ഇട്ടുകൊണ്ട് നമ്മളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന അന്ധകാര ശക്തികൾ മാറി നിൽക്കുവാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങൾ അതിന് അവസരം കൊടുക്കാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അഭിഷേകത്തിന്റെ ശക്തി ഏറ്റെടുത്തിരിക്കുന്ന, അഭിഷേകത്തിന്റെ ശക്തി വഹിക്കുന്ന ചില പാത്രങ്ങളാണ് ഇന്ന് രാത്രികാലം ഈ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയ അഭിഷക്ത ദൈവദാസിയെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നെ പറ്റിയും നിന്റെ കുടുംബത്തിനെ പറ്റിയും ദൈവത്തിനും പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശമുണ്ട്. നീ ഇങ്ങനെ കണ്ണുനീരിനകത്തും കെട്ടുപിടഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾക്കകത്തും കുരുങ്ങിക്കിടക്കുവാനല്ല. എന്നെ ഇതിൽ നിന്ന് ആര് വിടുവിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് കാലങ്ങളായിട്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാറ്റേ അടങ്ങുക എന്ന് പറയുവാൻ നിന്റെ ശബ്ദമൊന്ന് ഉയർത്തുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രതികരിക്കേണ്ടത് വാക്കുകളിലൂടെയല്ല, പ്രാർത്ഥനയിലൂടെ പ്രതികരിക്കട്ടെ. മുഴങ്കാലുകൾ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് മടങ്ങട്ടെ. കഴിഞ്ഞ നാളുകളുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊന്ന് മടങ്ങിപ്പോകട്ടെ. മറ്റുള്ളതിനെ ഒന്നും നമുക്ക് പറഞ്ഞു നേരെയാക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെയും ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞു നമുക്ക് നേരെയാക്കാൻ പറ്റത്തില്ല. ഒരു മോട്ടിവേഷൻ സ്പീച്ചിനും ഒരു കുടുംബത്തെയും രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല. രക്ഷിച്ചെടുക്കാൻ പറ്റുന്നത് കർത്താവായിരിക്കും യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആ പ്രാർത്ഥനയിലേക്ക് ഒന്ന് മടങ്ങി വരട്ടെ. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരട്ടെ. രഖന ദീപൽ കൗഡമന ഹസ്തുന. രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. ചില കുടുംബ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ട് കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ ഈ വീട്ടിൽ നിന്ന് എനിക്കൊന്ന് ഇറങ്ങിപ്പോയാൽ മതി, എന്റെ ജീവിതം ഒന്ന് അവസാനിച്ചാൽ മതി, എനിക്കിത് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അഭിഷക്ത ദൈവദാസിമാരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നിങ്ങൾ ഹല്ലേലൂയ, വാക്കുകൾ കൊണ്ടും പ്രതികരിച്ചത് മതി, മൗനം കൊണ്ട് പ്രതികരിച്ചത് മതി. പരിശുദ്ധാത്മാവിലൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. മൗനമായിട്ട് പ്രാർത്ഥനാ മുറിയിൽ ഈ വിഷയത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് അടങ്ങുവാൻ കൽപ്പിക്കുക. അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ഒരു അതോറിറ്റി, ആ അധികാരത്തിന്റെ അഭിഷേകം ഒന്ന് ചലിക്കട്ടെ. ദൈവം നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിമിഷത്തില് ആ വിഷയം എവിടെ നിന്ന് പോലും വന്നെന്ന് അറിയാതെ മാറിപ്പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. ചില ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിക്കുന്നത് കുടുംബത്തെ പോലും ഇല്ലാതാക്കി കളയുവാൻ, ദേശത്ത് നിന്നാ വിഷയമാക്കി കളയുവാൻ, ഹല്ലേലൂയ, പൊടി പതറിക്കുന്നത് പോലെ കുടുംബത്തെ പതറിക്കുവാൻ വ്യാപരിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ മേഖലകളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ചലിക്കട്ടെ. അന്യഭാഷയിൽ വരം ലഭിച്ചവര്, ആത്മാവിൽ ആരാധിക്കുവാൻ സാഹചര്യമുള്ളവര് കരങ്ങളെ അടിച്ച് അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. അതിരെ വൈഡമനാധിക ക്ഷസ്തന ചില തലമുറകളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന അഭിഷക്ത ദൈവദാസിമാരെ, എത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ കുഞ്ഞിനൊരു വ്യത്യാസം വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കുഞ്ഞിന്റെ മേൽ ഇന്ന് രാത്രികാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴികളെ അടച്ച് മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ. എന്നോട് കൂടെ ചേർന്ന് അഭിഷേകത്തിന്റെ അധികാരത്തോട് പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറകളുടെ മുമ്പിൽ വഴി തുറക്കട്ടെ. എന്റെ ഭവനത്തിന്റെ മുൻപാകെ വഴി തുറക്കട്ടെ. എന്റെ ശുശ്രൂഷയുടെ മുൻപാകെയുള്ള വഴികൾ തുറക്കട്ടെ. അന്ധകാരത്തിന്റെ സകല മണ്ഡലങ്ങളുടെ മീതെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോ. In the name of Jesus,
ഓ ജീസസ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയുന്ന അഭിഷക്ത ദൈവദാസിമാർക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയില പ്രതികരിക്കേണ്ടത്. വിചാരപ്പെടുന്നത് മതി. ഇന്ന് സലാം പറഞ്ഞേക്കണം, ഞാൻ ഇനി വിചാരപ്പെടുന്നില്ല. കാരണം എനിക്കറിയാം, നമ്മൾക്കൊരു വിവേചന വരം ഉണ്ടെങ്കിൽ സാമർഥ്യമുള്ള ഭാര്യയായിരിക്കണം. ഓ റിഖന ശാന്തന. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. എല്ലാവരും പറയാറുണ്ട്, അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറയെ പോലെ, യാക്കോബിന്റെ ഭാര്യമാരെ പോലെ, അങ്ങനെ എല്ലാ ഭാര്യമാരെ പോലെ എന്ന് പറയാറുണ്ട്. പക്ഷെ ശലോമോൻ എഴുതി വെച്ചിരിക്കുന്ന സാമർത്ഥ്യമുള്ള ഭാര്യയുടെ കാര്യം പറയുമ്പം, ഈ സാമർത്ഥ്യക്കാരി ഭാര്യമാര് വരുമ്പോ എല്ലാരും പറയും, അവള് ഭയങ്കര സാമർത്ഥ്യക്കാരി, അഹങ്കാരി അവള് എന്ന് പറയും. പക്ഷേ നമ്മുടെ അബ്രഹാമിന്റെ ഭാര്യ സാറ എന്തോ ചെയ്തേ? അബ്രഹാമിനെ ഒരു ഭാര്യയും കൂടെ പുള്ളിക്കാരി റെഡിയാക്കി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് വേറൊരെണ്ണം ഉള്ളത്. അത്രയും വലിയ പ്രശ്നങ്ങളുള്ളത്. നല്ല ഒന്നാമത്തെ റിബേക്ക എന്തോ ചെയ്തു? മക്കളെ തമ്മിൽ എന്താ പറഞ്ഞു? ഛിദ്രിക്കുവാനിടയായിത്തത്. ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ സഹോദരിമാർക്കും വിവാഹം കഴിപ്പിച്ച് വിടുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. ഇതുങ്ങൾ വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് അമ്മായിമ്മയായിട്ട് പ്രശ്നമായി, കുടുംബം പിരിച്ച് എല്ലാം പ്രശ്നമാണ്. എന്നാൽ സാമർത്ഥ്യക്കാരി ഭാര്യയെ പറ്റി എന്താ പറയുന്നത്? സാമർത്ഥ്യക്കാരി ഭാര്യയുള്ള ഭർത്താവ് വീട്ടുവാതിൽക്കൽ അല്ലെങ്കിൽ നഗരത്തിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ അവർ മാന്യതയുള്ളവരായിരിക്കും. ഭാര്യമാര് വീട്ടിൽ അടങ്ങിയിരിക്കത്തില്ല. അവര് ഭർത്താക്കന്മാരുടെ യശസ് വർദ്ധിപ്പിക്കുകയും അവരുടെ കൈകൊണ്ട് വേല ചെയ്യുകയും അവര് നല്ലൊരിതില്ല. പക്ഷെ സാമർത്ഥ്യക്കാരി ഭാര്യമാരെ വരുമ്പോഴത്തേക്ക് എന്നാ പറയുന്നേ? നമുക്ക് പോലും പിടിക്കത്തില്ല, ആ പെണ്ണ് ഇച്ചിരി സാമർത്ഥ്യക്കാരിയാന്ന് നമ്മൾ പറയും, അല്ലെ? എന്നാൽ ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ സത്യം മനസ്സിലാക്കി നമ്മൾ പറയാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ചിലതൊക്കെ നമുക്ക് തോന്നും, ഇതിങ്ങനെയാണോ നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മരുമക്കളെയൊക്കെ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആന്റിമാരൊക്കെ പ്രാർത്ഥിക്കണം. ഇച്ചിരി സാമർത്ഥ്യക്കാരി ആയാലും കുഴപ്പമില്ല, എന്റെ മരുമോൾ ഇച്ചിരി വർത്താനം പറയുന്നവളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്റെ മോൻ നന്നായിട്ടിരുന്നാൽ മതി, അവരുടെ കുടുംബജീവിതം നന്നായിട്ടിരുന്നാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് സാമർത്ഥ്യമുള്ള ഭാര്യമാരെ കിട്ടാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളുണ്ടെങ്കിൽ, പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു സാമർത്ഥ്യമുള്ള ഭാര്യയായിട്ട്, പ്രാർത്ഥിക്കുന്നവളായിട്ട്, ദൈവകൃപയുള്ളവളായിട്ട്, അവരുടെ ഭർത്താവിന്റെ യശസ് ഉയർത്തുന്നവരായിട്ട് ഇരിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ആക്കിയെടുക്കുവാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണം. അപ്പോൾ സാമർത്ഥ്യമുള്ള ഭാര്യതും ഞാനിവിടെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ, അവൾ നേരത്തെ ചിന്തിച്ച് ഇന്നിന്ന കാര്യം വരുമെന്ന് ഭാവി കാലം ഓർത്തുകൊണ്ട് അവൾ ചിലത് ചെയ്യുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് ഒരു സംഭവം അവിടെ മൊട്ടിടുമ്പോഴത്തേക്ക് നമ്മൾ ഭാവി കാലം ഓർത്തോണം, ഇത് ഈ കാര്യത്തിൽ ആരംഭിച്ചാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ നേരത്തെ മുന്നേറി കണ്ടേച്ചിട്ട് നമ്മൾ അതിനകത്ത് സ്ക്രൂ കൊടുക്കാതെ, ഇച്ചിരി സ്ക്രൂ എവിടെയെങ്കിലും അയഞ്ഞിരിക്കുകയാണെങ്കിൽ മുറുക്കി കൊടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്ക്രൂ കൊടുക്കരുത്. ഞാൻ ചില അമ്മമാരെയൊക്കെ കണ്ടിട്ടുണ്ട്, 2 മക്കളുണ്ടെങ്കിൽ ആ മക്കളെ തമ്മിൽ തല്ലിക്കുന്ന അമ്മമാരെ. കാരണം ഇവിടെ നിന്ന് ഒരു മോൻ പറയുന്ന കാര്യം അടുത്ത മോന്റെ അടുത്ത് പോയി പറയും, അപ്പുറത്തെ ഒരു മോള് പറയുന്ന കാര്യം ഇപ്പുറത്തെ മോളുടെ അടുത്ത് പോയി പറയും. അവസാനം അമ്മ ചിലപ്പോൾ അമ്മ വിചാരിക്കുന്നത് നല്ല കാര്യമാണെന്നോർത്ത് പറയുന്നയാ, അമ്മ നല്ല ഉപദേശം കൊടുക്കുന്നയാ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മക്കൾ തമ്മിൽ എന്നാ പറയുന്നത്? പിരിയാനായിട്ട് ഇരയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ബുദ്ധി, നമ്മുടെ വിവേചനം, നമ്മുടെ ആ ഒരു സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തിനകത്ത് പരിജ്ഞാനത്തിന്റെയും ആ വിവേചനത്തിന്റെയും നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഡിസേൺമെന്റ് നമുക്ക് ഉണ്ടാകട്ടെ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ നമ്മളെ ഒരു സാമർത്ഥ്യമുള്ള ഭാര്യയായിട്ട്, സാമർത്ഥ്യമുള്ള ഒരു അമ്മയായിട്ട്, സാമർത്ഥ്യമുള്ള അമ്മച്ചിമാരായിട്ടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കുമെന്ന്, അങ്ങനെയുള്ള ഒരു തലമുറയെ, അങ്ങനെയുള്ള ചില അഭിഷക്ത ദൈവദാസിമാരെ കർത്താവിന് ആവശ്യമാണ്. കുടുംബത്തിൽ മാത്രമല്ല, ശുശ്രൂഷയിലും സഭയിലും ഒക്കെ സാമർത്ഥ്യക്കാരായിരിക്കുന്ന ചിലരെ കർത്താവിന് ഇങ്ങനെ ആളുകളിൽ വേണം. കാരണം കർത്താവിന്റെ വരവ് ആസന്നമായിക്കൊണ്ടിരിക്കുക. നമ്മൾ അവിടെ ഇവിടെ ഒതുങ്ങി അടങ്ങിയിരിക്കാതെ ഒരാളെ കൂടെ കർത്താവിന് വേണ്ടി നേടാനായിട്ട് സാമർത്ഥ്യമുള്ളവരായിട്ട്, ആരെന്ത് നമ്മളെ പറ്റി പറഞ്ഞോട്ടെ, കർത്താവ് നമ്മളെ പറ്റി എന്ത് പറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ ദിവസം എനിക്ക് ദൈവം തന്ന ഒരു ചിന്തയുണ്ട്. നമ്മൾ എപ്പോഴും എന്നെ പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും വെളിയിലാണെങ്കിലും എപ്പോഴും നമ്മൾ എന്താ നോക്കുന്നത്? എല്ലാരും എന്നെ പറ്റി നല്ലത് പറയണം, അല്ലെ? ആരും നമ്മളെ പറ്റി മോശം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല, അത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അല്ലേ? എല്ലാരും നമ്മളെ പറ്റി നല്ലത് പറയണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നല്ലത് പറയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വേണേലും ചെയ്യും. നല്ല സാരി ഉടുക്കും, നല്ലതായിട്ട് ഒരുങ്ങും, നല്ലതായിട്ട് സംസാരിക്കും. അകത്ത് നമുക്ക് എന്നെ ദേഷ്യം ഉണ്ടെങ്കിലും അവരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ നല്ല സ്തോത്രം പറയും, നല്ല ചിരിക്കും, നല്ല സംസാരിക്കും. പക്ഷെ അങ്ങോട്ട് വീട്ടിലോട്ട് പോയിട്ട് പറയും, എനിക്ക് എന്റെ മനസ്സിൽ പിന്നെ അങ്ങനെ കാണിക്കാൻ പറ്റുമോ, നമ്മൾ ദൈവമക്കളായി പോയില്ലേ എന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയും. പക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറയുന്നെന്നോ അതിലൊന്നും കാര്യമൊന്നുമില്ല. അവര് പറയുന്നത് ഇവിടെ വരെ ഉള്ളൂ. നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ പറയും, ഓ നല്ല ഒരാളായിരുന്നു, അവരിങ്ങനെ പോയല്ലോ കർത്താവേ എന്ന് പറയും. അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് വേറെ പറയും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ, കർത്താവിന്റെ സന്നിധാനത്തിലോട്ട് ചെല്ലുമ്പം കർത്താവ് എന്നാ പറയുന്നത്? കർത്താവ് നമ്മളെ പറ്റി പറയണം, നല്ലവളും വിശ്വസ്തയുമായിരിക്കുന്ന എന്റെ ദാസിയെ,
ഞാൻ നിന്നെ തന്നെ കാത്തിരിക്കരുത്, നീ എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് 2 കൈ നീട്ടി യേശുപ്പച്ചൻ എഴുന്നേറ്റ് നമ്മളെ അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് ആ സന്തോഷമാ, ആ വാക്കുകളാ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നീ വലിയ പ്രാർത്ഥനക്കാരിയാ, അല്ലെങ്കിൽ നീ വലിയ പ്രവാചകിയാ, ആ പുള്ളിക്കാരി വന്നേക്കുന്നു, ഭയങ്കര പ്രബോധനമാ, ഇങ്ങനൊക്കെ പറഞ്ഞ് പലരും വരും. നമ്മളതൊക്കെ കേട്ടോണ്ട് ഒതുങ്ങി ഒരു മൂലയ്ക്ക് മാറിയിരിക്കാനല്ല കർത്താവ് ഏൽപ്പിച്ചത്. ഈ ദിവസങ്ങളിൽ ബുദ്ധിയോടുകൂടെ നമ്മൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിന് കീഴിൽ, അത് പാസ്റ്റർ ആയാലും നമുക്ക് തന്നിരിക്കുന്ന ഭർത്താവായാലും, നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ദൈവഹിതപ്രകാരം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ചെയ്യേണ്ട ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, കർത്താവ് അവരോട് പിന്തിരിഞ്ഞിട്ട് ഭീരുക്കളാകുന്നത് എന്ത്, നിങ്ങൾ അവിശ്വാസികളായിട്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചിട്ട് കർത്താവ് ഇതിനെല്ലാം പറഞ്ഞിട്ട് അവരുടെ പുറത്തുണ്ടായിരുന്ന ചുഴലിക്കാറ്റിനെയും ശാന്തമാക്കി, അകത്തുണ്ടായിരുന്ന ചുഴലിക്കാറ്റിനെയും ശാന്തമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന അഭിഷക്ത ദൈവദാസിമാരെ, ചില ചുഴലിക്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ മൂടോടുകൂടെ മുടിച്ചു കളയാനായിരിക്കുമ്പോഴത്തേക്ക് വേറെ ഒരു ചുഴലിക്കാറ്റിനെ പറ്റി 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ എടുക്കുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ. എന്നിട്ട് അതിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, അഗ്നിഅശ്വങ്ങളും അഗ്നിരഥങ്ങളും തമ്മിൽ ഏലിയാവിനെയും ഏലീശയും തമ്മിൽ വേർപിരിച്ചിട്ട് ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഇടയായി തീർന്നു. എല്ലാ ചുഴലിക്കാറ്റുകളും നമ്മളെ നശിപ്പിക്കാനല്ല കേട്ടോ, എല്ലാ ചുഴലിക്കാറ്റുകളും നമ്മളെ പ്രതിസന്ധിക്കകത്ത് തള്ളിയിടാൻ വേണ്ടി അല്ല കേട്ടോ. ചില ചുഴലിക്കാറ്റുകൾ നമ്മുടെ ആത്മീയ തലം ഒന്ന് വ്യത്യാസമാക്കാൻ വേണ്ടിയാ. നമ്മൾ ഇരിക്കുന്ന ഇപ്പൊ ഇരിക്കുന്ന ഈ ആത്മീയ തലത്തിൽ നിന്ന് അടുത്ത ആത്മീയ ഒരു ലെവലിലേക്ക് നമ്മളെ കയറ്റാൻ വേണ്ടി ചില ചുഴലിക്കാറ്റ് വരും. പക്ഷെ ഇവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് വിവേചനം വരെ ആവശ്യമുള്ളത്. ഇതേത് ചുഴലിക്കാറ്റാണെന്ന് നമ്മൾ വിവേചിച്ചറിയണം. നമ്മളെ തകർക്കാനുള്ള ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ ഇതെന്നെ പണിയാനുള്ള ചുഴലിക്കാറ്റാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നാൽ നമ്മൾ തീർന്നു പോയി. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ചുഴലിക്കാറ്റ് ഏതാണെന്ന് വിവേചിച്ചറിയാൻ കർത്താവേ അതൊന്ന് മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണമേ, അതിനകത്ത് നിലനിൽക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഏലിയാവിനെ യഹോവ ചുഴലിക്കാറ്റിൽ എടുത്തു. ഈ ദിവസങ്ങളിൽ ചില ചുഴലിക്കാറ്റുകൾ നമ്മളെ ആത്മീയമായിട്ട് ഉണർത്തുമ്പോൾ മറ്റു ചില ചുഴലിക്കാറ്റുകൾ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ. ഇവിടെ ഒരു നമ്മുടെ അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞു, ഒന്നിനെ പറ്റി വിചാരപ്പെടരുതെന്ന്. കാരണം തനിക്കറിയാം തന്റെ ജീവിതത്തിനകത്ത് താൻ ഒരുപാട് പ്രതിസന്ധിക്കകത്തൂടെ കടന്നുപോയതാ. അപ്പസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ അവിടെയും ഒരു ചുഴലിക്കാറ്റ് അടിക്കുന്നുണ്ട്. ഈശാന മൂലനെന്ന ഒരു കൊടുങ്കാറ്റ് അവിടെ അടിക്കുമ്പോൾ അവർ വളരെ നാളുകളായിട്ട് സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാതെ അവർ വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. ചില ചുഴലിക്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്കിനി ജീവിക്കണം, എനിക്കിനി മരിച്ചാൽ മതിയെന്ന്. എന്നെ കേൾക്കുന്ന അഭിഷക്ത ദൈവദാസിമാരെ, നിങ്ങൾ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് ഏറ്റു പറയണം കേട്ടോ. കാരണം നമ്മൾ ചുമ്മാ ഇരുന്നുകൊണ്ട് നമ്മളുടെ ആ വിഷമത്തിൽ, നമ്മുടെ ഭർത്താവിനോടുള്ള ദേഷ്യത്തില്, നമ്മുടെ അമ്മായിയമ്മയുടെ അമ്മയോട് അല്ലെ ചേട്ടന്മാരോടുള്ള ദേഷ്യത്തിന് നമ്മൾ പറയും, ഇനി മക്കളോടുള്ള ദേഷ്യത്തിന് നമ്മൾ പറയും, എനിക്ക് മതിയായി, എനിക്ക് മടുത്ത്, എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ടെന്ന് പറയും. നിങ്ങളൊന്നോർത്ത് ഇങ്ങനെ നമ്മൾ പറയുന്ന പറച്ചില് കർത്താവ് ഓർക്ക്, എന്നാ പിന്നെ ഇവിടെ പ്രാർത്ഥന അങ്ങ് കേട്ടേക്കാന്ന് പറഞ്ഞു ഈ പ്രാർത്ഥന അങ്ങ് കേട്ടാലോ, പെട്ടെന്ന് അങ്ങ് പോയില്ല, ഇനി വല്ല രോഗമോ ദുഃഖമോ ഒക്കെ തന്ന് കിടപ്പിലായി പോയാലോ, എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് നല്ല ശക്തിയുണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും, എനിക്ക് മതി കർത്താവേ, എനിക്ക് മരിച്ചാൽ മതി കർത്താവേ, എന്നെ അങ്ങ് എടുത്തോണേ കർത്താവേ, എനിക്കിതൊന്നും കാണാൻ വയ്യ കർത്താവേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരെല്ലാരും, കർത്താവേ യേശുപ്പച്ച അറിയാതെ പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കണേ എന്ന് നമ്മൾ ഇന്ന് നമ്മുടെ വാക്കുകൊണ്ടൊന്ന് ഏറ്റു പറയണം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കും. ചില നന്മകൾ കാണാതെ, ചില അനുഗ്രഹങ്ങൾ കാണാതെ, വാഗ്ദത്ത നിവർത്തി കാണാതെ, മക്കൾ നമ്മൾക്ക് അനുസരണം കിട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വഴി അവർ പോകാതിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ നമ്മളങ്ങ് പറഞ്ഞു പോകും. പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ ഇവരെ വളർത്തിക്കൊണ്ട് വരുന്ന എന്തിനാ? ഇവരുടെ നല്ലൊരു ഭാവി കാണാൻ വേണ്ടി, ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരാൻ വേണ്ടി. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഒരു നിമിഷത്തെ ദേഷ്യത്തിനാ പറയുന്നത്, കർത്താവെ എന്നെ അങ്ങ് എടുത്തോണേ എന്ന്. നമ്മളത് മാറ്റണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മൾ സ്തോത്രം പറയുന്ന അതേ അതരം കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ നശിച്ചു പോകാനല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. കർത്താവിനോട് പറയണം, കർത്താവെ വളരെ നാളുകളായിട്ട് ഞാൻ സൂര്യനെ നക്ഷത്രങ്ങളെയും കാണുന്നില്ല, ജീവിക്കാനുള്ള ആശയൊക്കെ എനിക്ക് അറ്റുപോയതുപോലൊക്കെ ആയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ കർത്താവെ പിടിച്ചു നിൽക്കാൻ എനിക്കൊരു ദൂതനെ ദൈവം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അയക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല, എന്റെ മാനസികമായിട്ടുള്ള നില നോക്കിക്കഴിഞ്ഞാൽ
അല്ലെങ്കിൽ അടുത്ത ഒരു നിമിഷം എനിക്ക് ജീവിച്ചിരിക്കണമെന്നുള്ള ആശ പോലും ഇല്ലാതായി പോയിരിക്കുക. എന്നാൽ ഇതിനകത്ത് പിടിച്ചു നിൽക്കുവാൻ ദൈവം എനിക്ക് വേണ്ടി ഒരു ദൂതനെ ദൈവം അയക്കണം. കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തുന്ന ചില വാക്കുകൾ എന്നെ കേൾപ്പിക്കണമെന്ന് പറ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ദൂതനെ അയക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, എന്റെ കൂടെയുണ്ട്. നമ്മൾക്ക് പലപ്പോഴും പക്ഷെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ കൂടെ വരുന്ന കർത്താവ്. നമ്മള് കർത്താവിനെ കൂടെ വെച്ചോണ്ട് കർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നോക്കുന്ന എവിടെയാണെന്നറിയാവോ? നമ്മൾ കൂടെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന കർത്താവിനെ നോക്കാതെ നമ്മൾ ഉയരത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ കാണുമോ? കർത്താവ് സൈഡിൽ നിൽക്കുമല്ലേ? അപ്പോൾ നമ്മൾ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ വരുന്ന കർത്താവിനെ ഒന്ന് കാണാൻ ശ്രമിക്കണം. കർത്താവ് നമ്മൾ ഉയരത്തിലേക്ക് നോക്കി കർത്താവേ നീ എവിടാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ എല്ലാ പ്രശ്നത്തിന്റെ നടുവില് സാരമില്ല മോളെ, സാരമില്ല, നിന്നെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കരം പിടിച്ച് അക്കരെ എത്തിക്കുന്ന കർത്താവേ, നീ എന്റെ കരം പിടിച്ചു. ലിറ്ററലി അങ്ങ് വിചാരിക്കണം, കർത്താവേ നീ എന്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ സമയം ഏകദേശമൊക്കെ കഴിഞ്ഞെന്ന് ഞാൻ തോന്നുന്നു. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. 1-2 ചിന്തകളും കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലും ഞങ്ങൾ ഇവിടെ ഈ ശുശ്രൂഷ 2 വർഷമായതേ ഉള്ളൂ നമ്മുടെ സഭാ ശുശ്രൂഷ തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളൊരു പൈനീർ വർക്കാണ്. ആ തുടക്കത്തിലെ വർക്ക് നമ്മളിവിടെ ആരുമില്ല. ഞങ്ങൾ ശുശ്രൂഷ തുടങ്ങിയപ്പം ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ 2 പിള്ളേരും ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മളിവിടെ കുറച്ച് പേര് 1-2 പേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടപ്പോൾ ഒരു ദിവസം വൈകുന്നേരത്തെ ആരാധനയ്ക്കാണ്. അപ്പം ഒരു മനുഷ്യൻ പോലും ഇല്ല. വലിയൊരു സഭാഹോളോ 150 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചർച്ച. നോക്കിയപ്പം കസേരകളെല്ലാം കിടപ്പുണ്ട്. ഞങ്ങൾ 2 പേരും മാത്രമാണ്. കുഞ്ഞുങ്ങൾ തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. കർത്താവ് ഒരാൾ പോലും ഇല്ലല്ലോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി എന്താ പറയുക, ഹസ്ബൻഡ് ശുശ്രൂഷയെല്ലാം ചെയ്യും. നമ്മൾ അവിടെ ആരാധിക്കുക, എല്ലാത്തിനും നമ്മളേ ഉള്ളൂ. അപ്പത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്കങ്ങ് താങ്ങാൻ പറ്റാത്ത വിഷമമായിപ്പോയി. അപ്പം നമ്മൾ നോക്കിയപ്പോൾ 4 പാട് നമുക്ക് പ്രതിസന്ധികൾ, എല്ലാ പ്രതികൂലങ്ങളും എല്ലാം നമുക്ക് ഈ പ്രതികൂലമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിക്കും ഞാനിങ്ങനെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഒരാളൊന്ന് കെട്ടിപ്പിടിച്ച് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്ന് എനിക്കൊരു ചിന്ത എനിക്കങ്ങ് തോന്നി. കാരണം അന്ന് അതുപോലെ എനിക്കങ്ങ് കരച്ചിൽ വന്ന് ഞാനങ്ങ് പൊട്ടി അങ്ങ് നിൽക്കുക. ഇപ്പൊ ഒരാൾ എന്നെ ഒന്ന് ചുമലിലൊന്ന് സാരമില്ലെന്ന് പറഞ്ഞ് കൈ തൊട്ടാൽ ഞാൻ പൊട്ടിപ്പോവും. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഐ റിയലി നീഡ് എ ഹഗ്. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഭയങ്കര ഒരു ദൈവസാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നവരെ മറക്കാത്തൊരു അനുഭവം എനിക്കത്. ഭയങ്കര ഒരു ദൈവസാന്നിധ്യം ഇങ്ങോട്ട് വന്നേച്ചിട്ട് ലിറ്ററലി വന്ന് എന്നെ അങ്ങ് പൊതിഞ്ഞു. ഒരു ടൈറ്റ് ആയിട്ട് ഒരാൾ കെട്ടിപ്പിടിക്കുന്നത് പോലെ. ഞാൻ അനുഭവിച്ചൊരു ഒരു മനസമാധാനം, ഒരു സന്തോഷം, അതെനിക്ക് ഒരിടത്തും ഇന്ന് വരെ ഞാൻ ആ സന്തോഷം വേറെ ഞാൻ അനുഭവിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഞങ്ങൾ ആ ആരാധന പിന്നെ ഞങ്ങൾ 2 പേരാണോ അവിടെ ഒരു 1000 പേരിരുന്ന് ആരാധിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. കാരണം ഞാൻ അന്നേരം വിചാരിച്ചു, ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ ചെയറിലെല്ലാം ആരെന്ന് കാണുന്നില്ലെങ്കിലും ഇന്ന് നിന്റെ കൂടെ ആരാധിക്കാൻ ദൂതന്മാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഒരു ആരാധനയായിരുന്നു. ആ ഒരു ആരാധന ഞങ്ങൾക്ക് കുറച്ചു പേരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടേ പോലും ഇന്ന് വരെ അതുപോലെ ഒരു ആരാധന വേറെ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ദൈവസാന്നിധ്യം വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളായിരിക്കും. ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉള്ളതിലൊന്നുമല്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. കർത്താവ് പ്രസാദിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരും നമ്മുടെ ഭർത്താവ് നമ്മളിൽ പ്രസാദിച്ചില്ലേലും, മക്കള് പ്രസാദിച്ചില്ലേലും, പാസ്റ്റർ പ്രസാദിച്ചില്ലേലും, ഈ കൂടെയുള്ള സഹോദരിമാർ പ്രസാദിച്ചില്ലേലും, കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? അത് മതി. ഈ ദിവസങ്ങളിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒന്നിനെ പറ്റി വിചാരപ്പെടാതെ നമുക്കൊന്ന് മുന്നോട്ടോടാം. ഇവിടെ കർത്താവ് തുടക്കത്തിൽ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കർത്താവ് തുടക്കത്തില് ശിഷ്യന്മാരോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, വരുവിൻ നാം അക്കരയ്ക്ക് പോകാം. അതേ കർത്താവാണ് ഇവര് പ്രതിസന്ധിക്കകത്ത് ഇടപെട്ടപ്പോൾ കർത്താവരോട് ചോദിക്കുക, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ലയോ? അതിന് വേറൊരു പദം കൂടെ ഉണ്ട്. കാരണം കർത്താവരോട് ചോദിച്ചതിന്റെ ഒരു കാര്യം, നിങ്ങൾക്ക് ഭയം അവിശ്വാസം വന്നോ എന്ന് ചോദിച്ചതിന്റെ വേറൊരു അർത്ഥം കൂടെ കർത്താവ് പറഞ്ഞു, എന്റെ മക്കളെ, ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് അക്കരയ്ക്ക് പോകാന്ന്? ഞാനാണ് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞെങ്കിൽ നീ വഴി വെച്ച് മുങ്ങി പോകത്തിലിടാവൂ എന്നാ കർത്താവ് പറഞ്ഞത്.
ഇന്ന് രാത്രികാലം നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വാക്തത്വം പറഞ്ഞാൽ നമ്മളെ വിളിച്ച് വേർതിരിച്ചതെങ്കിൽ, അക്കരയ്ക്ക് പോകാം, നിന്നെ ഞാൻ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്ര വലിയ ചുഴലിക്കാറ്റുകൾ നിന്റെ ജീവിതത്തിന്റെ ഇടയിൽ കൂടെ കടന്നു വന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ ചുഴലിക്കാറ്റിൽ നീ മുങ്ങിപ്പോകുമെന്ന് നിനക്ക് തോന്നിയാലും, കർത്താവ് നിന്നോട് ചോദിക്കും, നീ ഭീരുവാകുന്നത് എന്ത്? കാരണം ഞാനാ നിന്നോട് പറഞ്ഞത്, നിന്നെ ഞാൻ അക്കരെ എത്തിക്കാമെന്ന്, നിന്നെ കുടുംബമായിട്ട് നിന്നെ ശുഭ തുറമുഖത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ ഒരു ചുഴലിക്കാറ്റും ഇന്ന് രാത്രികാലം അഭിഷക്ത ദൈവദാസിമാരെ, പ്രിയ കർത്താവദാസൻ സിസ്റ്റർ മിനി സുരേഷിനോട് കർത്താവിന്റെ ആത്മാവ് പറയുക, അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞവൻ അക്കരെ എത്തിക്കും. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റും നിങ്ങൾ തളർന്നു പോകത്തില്ല, നിങ്ങൾ മുങ്ങിപ്പോകത്തില്ല. അല്പസമയത്തേക്ക് മുങ്ങിപ്പോയെന്നൊന്ന് തോന്നിയാലും, അല്പസമയത്തേക്ക് ദൈവം എന്നെ മറന്നു കളഞ്ഞോ, കർത്താവ് എന്നെ കാണുന്നില്ല, നിന്റെ മുഖം എന്തിനാ എനിക്ക് മറച്ചിരിക്കുന്നെന്ന് തോന്നിയാലും, കർത്താവ് കൂടെയുണ്ട്. അക്കരെ എത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ അക്കരെ എത്തിക്കുക തന്നെ ചെയ്യും. ഈ പ്രതിസന്ധിക്കകത്ത് മുങ്ങിപ്പോകത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക. ഈ ദിവസങ്ങളിലൊന്ന് ധൈര്യപ്പെട്, ഹൃദയത്തിനകത്ത് ധൈര്യമെന്ന് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവിക ധൈര്യം നിറയട്ടെ. ഓ ശാന്തനാദരഘടകസിയ, ഈ ദിവസങ്ങളിൽ കഷ്ടതയുടെ മധ്യത്തിൽ ഒന്ന് പാടുവാൻ, കഷ്ടതയുടെ നമ്മുടെ ദുഃഖത്തെ, നമ്മൾക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈ ദിവസങ്ങൾ അതിനെ പ്രാർത്ഥനാ വിഷയമാക്കിക്കോണം കേട്ടോ. അതിനെ ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കാനല്ല. ഒരു വിഷയം നമ്മളെ ദുഃഖിപ്പിക്കുമ്പോൾ, ചിന്താകുലങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ, എഴുതാൻ കഴിയുന്നവർ ഒരു പേപ്പറും പേരയും എടുത്തിട്ട് ആ ചിന്താകുലത്തെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ഒരു പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റി കർത്താവിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചോണം. കർത്താവ് അതങ്ങ് ഏറ്റെടുത്തോളും. ആ ചിന്താകുലം നമ്മൾ വിട്ടേക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ അക്കരയ്ക്ക് പോകാനാ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവദാസിമാരോടും ഇന്ന് 37 ഡിവൈസ് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 37 പേരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് നിങ്ങളെ എത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്ത ദേശത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാ. അത് നമ്മുടെ സ്വർഗീയ നാടതിൽ അക്കര നിത്യതയിലേക്ക് മാത്രമല്ല, ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ. എത്ര വലിയ പ്രതിസന്ധി വന്നാലും കർത്താവ് തിരിഞ്ഞു നിന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ കുഞ്ഞ് നീ കരയുന്നത്? എന്തിനാ മകളെ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്നെ അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞത് ഞാനാ. പിന്നെ ഈ ചുഴലിക്കാറ്റിനകത്ത് നീ തകർന്നു പോകത്തില്ല. കാരണം ഞാൻ ഉറങ്ങുകയാണെന്ന് നിനക്ക് തോന്നിയാൽ ഞാൻ എവിടാ തല വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പടകിന്റെ അമരത്താ തല വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പടക് അപകടത്തിൽ പെടുമ്പോഴത്തേക്ക് അതിന്റെ ആദ്യം അടിച്ചുടഞ്ഞു പോകുന്നത് അമരമാ. കാരണം കർത്താവ് അമരത്ത് തല വെച്ചേക്കുക. കാരണം കർത്താവിനറിയാം ഈ പടക് ആദ്യം അടിക്കാൻ പോകുന്നത്, എവിടെയെങ്കിലും പോയി തട്ടാൻ പോകുന്നതിന്റെ അമരമാ. അതുകൊണ്ട് അതിനൊരു കേടുപാടും വരരുത്. അതുകൊണ്ട് അവൻ തല വെച്ച് അവിടെ തന്നെ കിടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതമാകുന്ന പടക് ആടി ഉലഞ്ഞു പോകും. ഇപ്പോൾ തകർന്നെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ അമരത്ത് തലയണ വെച്ച് ഒരുത്തൻ ഉറങ്ങുന്നുണ്ട്. അവൻ ഉറങ്ങുവല്ല, ദൈവം ശാന്തമായിട്ട് നിൽക്കുകയാ. നമ്മുടെ വിശ്വാസം എവിടെ വരെ ഉണ്ട്? കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അക്കരെ എത്തിക്കാമെന്ന്. അങ്ങനെയെങ്കിലും ഒരു അധികാരവും നിങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അക്കരെ എത്തിക്കുമ്പോൾ എന്താണെന്നറിയാമോ? അവിടെ ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. ഇവിടെ ശിഷ്യന്മാര് അവിടെ അക്കരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരുത്തൻ പുറപ്പെട്ടു വരിക. കല്ലറയിൽ നിന്ന് അവനെ ഒരു ക്രിസ്തു വിശ്വാസിയാക്കി തീർക്കുവാൻ, അവനിൽ കൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഓർത്തോണം. ചില പ്രതിസന്ധികൾക്കകത്തൂടെ നാം കടന്നു പോകുമ്പോൾ അക്കരെ എത്തുമ്പോൾ ഒരു അത്ഭുതം നമ്മളെ കാത്തിരിപ്പുണ്ട് കേട്ടോ. ഒരു അത്ഭുതം, അസാധാരണമായിരിക്കുന്ന ചില അത്ഭുതങ്ങൾ കാത്തിരിപ്പുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ ഏറ്റവും കുഴഞ്ഞു മറിഞ്ഞ് നമ്മൾ ഹെക്ടിക്കായിട്ട് വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ അസാധാരണമായ ചില ദൈവശബ്ദം നമ്മൾ കേൾക്കും. നീ ഇറങ്ങി പുറപ്പെട്, അല്ലെങ്കിൽ നീ ഇത് ചെയ്യ്, നീ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സന്ധ്യയ്ക്ക് ആരും പടകും എടുത്തുകൊണ്ട് പോകത്തില്ല. അസാധാരണമായിരിക്കുന്ന ഒരു വിളിയായിരുന്നു കർത്താവ് ഈ സന്ധ്യാസമയത്ത് അസാധാരണമായിരിക്കുന്ന ചില വിളികൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അസാധാരണമായിരിക്കുന്ന ചില ദൈവശബ്ദം ഇറങ്ങി പുറപ്പെട്ട് ഇന്ന കാര്യം ചെയ്യ്, ചില അസാധാരണമായിരിക്കുന്ന നമുക്ക് നമ്മുടെ ലോജിക്കിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒക്കത്തില്ലാത്ത ചില ദൈവിക വാഗ്ദത്തങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, അക്കരെ ദൈവം ഒരു വലിയ മിറാക്കിൾ, വലിയൊരു അത്ഭുതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പൗലോസും തന്റെ കൂടെയുള്ളവരും ഈശാനമൂലൻ അടിച്ച് അവരുടെ പ്രാണങ്ങൾക്ക് കഷ്ടനഷ്ടം വരുമെന്നും ജീവിക്കാനുള്ള ആശയെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും അവരവിടെ മെലീത്തയിൽ എത്തിയപ്പോൾ അവിടെ പൗലോസിന് വേണ്ടി ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. ആ ദ്വീപ് പ്രമാണിയും അവിടെയുള്ള ദീനക്കാരെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശുശ്രൂഷ ഒരു പൗലോസിനെ ഏൽപ്പിക്കണമായിരുന്നു. ഈ ദിവസങ്ങളിൽ ചില പ്രതിസന്ധികൾക്കകത്ത് നാം കടന്നു പോകുമ്പോൾ, അക്കരെ എത്തുമ്പോൾ അവിടെ ഒരു ടെസ്റ്റിമണി, അവിടെ നിങ്ങൾക്കൊരു സാക്ഷ്യം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ സാമ്പത്തികമായ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവം ചില അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ചില ദൈവത്തിന്റെ പ്രവർത്തികൾ നമുക്ക് വേണ്ടി നമ്മുടെ തലമുറ
തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുതെന്ന് അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇന്നലെ രാത്രി ഈ വചനം എന്നോട് ഇടപെട്ടപ്പോൾ ഇന്നലെ രാത്രികാലം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഈ വചനം ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ഈ മീറ്റിങ്ങിനകത്ത് പലരും വിചാരപ്പെട്ടുകൊണ്ട് മനം കലങ്ങിയും ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. പേരുകൾ വിളിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഏറ്റെടുത്തോണം. വചനം കടന്നവരോട് വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം മനം കലങ്ങിയും വിചാരപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന അഭിഷക്ത ദൈവദാസിമാരെ, നിങ്ങൾ മുങ്ങിപ്പോകത്തില്ല. മുക്കിക്കളയുമെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ പേര് ഇന്ന് രാത്രികാലം ആരാധന ഉയരട്ടെ. നിങ്ങളുടെ ദുഃഖങ്ങൾ ആരാധനയായി ഒന്ന് മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ പേര് കരങ്ങൾ വെച്ചിട്ട് അതിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുക. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ആരാധനയായിട്ട് കൺവേർട്ട് ചെയ്യുക. നമുക്ക് ദൈവം വലിയ അത്ഭുതങ്ങളും വലിയ പ്രവൃത്തികളും ചെയ്യാൻ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ യാത്ര ഈസി അല്ല കേട്ടോ. നമ്മുടെ യാത്ര ഇച്ചിരി ടഫ് ഏറിയതാ. എന്നാൽ അതിന്റെ മധ്യത്തിൽ നാം മുങ്ങിപ്പോകത്തില്ല. വരുവിൻ നാം അക്കരയ്ക്ക് പോകാം. കർത്താവ് പറഞ്ഞു, ഇവിടെ മാത്രമല്ല ഒരു നിത്യത കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് ആസനമായിരിക്കുകയാ. ഹല്ലേലൂയ. ആ ജീവിതയാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഈ ഭൂമിയിൽ മാത്രമല്ല കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയുടെ അവിടെ ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു നാട് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള അക്കരെ എത്തിക്കുക മാത്രമല്ല അവിടെയും നമ്മൾ കർത്താവിന്റെ മുഖത്തെ കാണുവാൻ, ആ നിത്യതയിൽ എത്തുവാൻ ഇടയായി തീരും. അതാണ് നമ്മുടെ പ്രത്യാശ. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ എറ്റേണൽ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ ആ നിത്യമായിരിക്കുന്ന പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ദിവസങ്ങളിൽ ഒരുക്കാം. ഈ ലോകത്തിൽ നമുക്ക് ദുഃഖമുണ്ട്, കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്. നമ്മുടെ യാത്ര ദുഃഖമില്ലാത്തതല്ല, പ്രയാസമില്ലാത്തതല്ല. എന്നാൽ ഇതിനകത്ത് കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. നിന്നെ അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒന്നും നിന്നെ മുക്കിക്കളയത്തിൽ. ഈ ദിവസങ്ങളിൽ ആരാധിക്കാൻ കഴിയുന്നവര്, അഭിഷേകം ലഭിച്ച ദൈവമക്കൾ അല്പസമയം ദൈവത്തെ കരങ്ങളടിച്ചൊന്ന് ആരാധിച്ചാട്ടെ. കർത്താവേ, നീ എന്നെ മുക്കിക്കളയുന്ന ദൈവമല്ല, എന്നെ വിളിച്ചവൻ വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. ദീപൽ കൗഡവന ഹസ്തുന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ഇതിനകത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് വെച്ചാട്ടെ. ചില നാളുകളായിട്ട് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രോഗാത്മാവിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറുകയാ. അതരാ വൈഡമന ദീപ ശംധന അതികൽക്കമന ഘടകസ്യ. സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. ചില കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത്, തലമുറകൾക്കകത്തുനിന്ന് വിട്ടുമാറുകയാ. ചില അടഞ്ഞിരുന്ന, ഇതുവരെ പുറത്തോട്ട് വരുവാൻ കഴിയാത്ത ചില ശുശ്രൂഷ മേഖലകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നുകൊണ്ടിരിക്കുകയാ. ജനം ആത്മാവിലെ കാഴ്ചയൊന്ന് കാണട്ടെ. ആത്മാവിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ ചിലത് കൽപ്പിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ തലമുറകളെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന, തലമുറകളെ അപഹരിച്ചു കൊണ്ടുപോകുന്ന അന്ധകാര ശക്തിയുടെ മേല് യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ ചില ശുശ്രൂഷകൾ വെളിപ്പെടുത്തട്ടെ. മാതാവേ, നിങ്ങളുടെ നാവിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അധികാരം തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അത് നശിപ്പിക്കുവാനുള്ളതല്ല, ചിലതിനെ പടുതെടുക്കുവാനുള്ള അധികാരം, ചിലതിനെ ശാസിക്കുവാനുള്ള അധികാരം, ചിലതിനെ അടക്കുവാനുള്ള അധികാരം യേശുവിന്റെ നാമത്തിൽ അധരങ്ങൾ തുറന്ന് പ്രിയ ദീപ്തി സിസ്റ്ററെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലത് കൽപ്പിക്കുവാൻ പറയുന്നു കേട്ടോ. ഈ ദിവസങ്ങളിൽ ചിലതിനെ നോക്കി ചിലത് അഭിഷേകത്തിന്റെ ശക്തിയോടെ ഒന്ന് കൽപ്പിച്ചാട്ടെ. ശാന്തന എവിടെയെങ്കിലും ഒതുങ്ങി മാറി കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഒന്ന് കൽപ്പിക്കുവാൻ തയ്യാറായിക്കേ. രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില പ്രവർത്തികൾ ചെയ്തെടുക്കുകയാ. നാളുകളായിട്ട് നിങ്ങൾ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില വിഷമഭാരങ്ങളുണ്ട് കേട്ടോ. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില തീർപ്പ് കൽപ്പിക്കുമെന്ന് ആത്മാവിന് ഇടപെടുകയാ. അധര വൈഡമന ശാന്തന ദിഗൽക്കമന ഘടക ശൗഡമാര ഘടക സിയാന്തേ ജീവൽ കൗഡമന ഹത്തുൽ കമനവരവ ശാന്തനാദര ഘടകതിയാച്ചനെ പറയുവാനിടയായി തീർന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുകയത്രേ വേണ്ടത്. കർത്താവ് അങ്ങനെ പറയുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അത് ഇടപെടുമ്പോൾ അവൻ നമ്മളോട് ഉറപ്പു തരുന്ന ഒരു കാര്യമുണ്ട്. ഒന്നിനെ പറ്റി നീ വിചാരപ്പെടരുത്, കാരണം ഞാനാണ് നിന്നെ അക്കരയ്ക്ക് പോകുവാൻ വിളിച്ചത്. വരുവിൻ നാം അക്കരയ്ക്ക് ഒന്ന് പോകാം. ശാന്തന ഇന്ന് രാത്രികാലം നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളെ
എത്തിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് ചില ചുഴലിക്കാറ്റുകൾ ഉണ്ടായേക്കാം. എന്നാൽ ആ ചുഴലിക്കാറ്റിൽ നാം മുങ്ങിപ്പോകത്തില്ല. ആത്മശക്തിയോടെ അധികാരത്തോടെ ദിവസങ്ങളിൽ കൽപ്പിച്ചാട്ടെ. ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വരട്ടെ. നമ്മുടെ മുഴങ്കാലുകൾ ദൈവസന്നിധാനത്തിൽ ഒന്ന് മടങ്ങട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വിഷയങ്ങളെ പ്രാർത്ഥനാ പോയിന്റുകളായിട്ട് മാറ്റിക്കോ. പരിശുദ്ധാത്മാവ് ചില വൻ ക്രിയകൾ നമ്മൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ നടയട്ടെ. ചില രോഗസൗഖ്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു എന്ന് ആത്മാവ് പറയുന്നു. ചില നാളുകളായിട്ട് നടക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്ന സകല വേദനകളുടെ ഭാഗത്തേക്ക് കരങ്ങൾ വെച്ചാട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വേദനകളെ സൗഖ്യമാക്കുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. നസ്രനായിരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഭാരപ്പെടുത്തുന്ന സകല രോഗാത്മാവിന്റെ മേലും യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാ അഭിഷക്ത ദൈവദാസിമാരെയും കർത്താവ് ദൈവം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയനെ മറച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടണം. യേശുവിന്റെ നാമം ഉയരണം. ഈ വചനപ്രകാരം ഞങ്ങൾ എല്ലാവരെയും ദൈവ വചനം പറഞ്ഞ അടിയനെയും കേൾക്കപ്പെട്ട ദൈവജനത്തെയും ഞങ്ങൾ എല്ലാവരും വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ വിചാരപ്പെടുത്തുന്ന സകലത്തിൽ നിന്നും കർത്താവ് ഞങ്ങളൊന്നും പിന്മാറി ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന കർത്താവ് ആ അക്കരയിലേക്കുള്ള യാത്ര വിജയകരമായി പൂർത്തീകരിക്കുവാനുള്ള അഭിഷേകത്തിന്റെ ശക്തിയും ധൈര്യവും ഞങ്ങളുടെ പേര് പകരണമേ. കർത്താവെ, അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് വീണ്ടും ഞങ്ങൾ കർത്താവ് റെഡിയാണ്. അപ്പച്ചാ, ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ യാത്ര എവിടെയൊക്കെയോ ദൈവമേ കർത്താവ് പലപ്പോഴും ദൈവമേ കർത്താവ് താമസിച്ചു പോയി. പലയിടത്തും ഞങ്ങൾ തങ്ങി കർത്താവെ. പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കർത്താവ് ഞങ്ങൾ കർത്താവ് പലയിടത്തും ഞങ്ങൾ ദൈവമേ പാർത്തു കർത്താവെ. എന്നാൽ കർത്താവ് മടങ്ങി വരുന്നു. കർത്താവ് അക്കരയ്ക്ക് പോകുവാൻ അങ്ങയുടെ കൂടെ കർത്താവെ ഒരു അത്ഭുതത്തെ കാണുവാൻ, ചില സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുവാൻ, ദൈവ പ്രവർത്തിക്കായിട്ട്, ദൈവമഹത്വം വെളിപ്പെടുവാൻ, ചില രോഗസൗഖ്യങ്ങൾക്കായിട്ട്, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിനായിട്ട് കർത്താവിന്റെ പിൻഭാഗെ കർത്താവെ ദൈവമേ ഞങ്ങളുടെ സകല ഭാരങ്ങളും വിട്ട് കർത്താവെ, ഞങ്ങളുടെ വിചാരങ്ങളെ വിട്ട് കർത്താവിന്റെ കൂടെ ഞങ്ങൾ പോകുവാൻ കർത്താവെ തീരുമാനിക്കുന്നപ്പച്ചാ. അടിയങ്ങളുടെ കർത്താവെ ഹൃദയത്തിന്റെ തീരുമാനത്തെ ദൈവം മാനിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദാസ സൂസനാന്റെയും ഈ മീറ്റിങ്ങിനെയും ഈ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കണം. ചിലരുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായി, ചില രോഗസൗഖ്യങ്ങൾക്കായി, ചില വിടുതലുകൾക്കായി നന്ദി പറയുന്നു. സകല മഹത്വം യേശുവിന് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ.